പ്രിയപ്പെട്ടവരെ, യുവത ലിറ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ സെഷനിൽ നമ്മൾ ജീവിതവും വായനയും എന്ന വിഷയമാണ് ചർച്ചക്കെടുത്തിരിക്കുന്നത്. ജീവിതത്തെ വായനയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്താൻ പോകുന്നത്. ജീവിതം എങ്ങനെയാണ് വിജയകരമായി പര്യവസാനത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉണ്മയുടെ പൊരുൾ അന്വേഷിക്കലാണ്, ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കലാണ് മനുഷ്യരോരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ജീവിതകർമ്മം. ഈ അന്വേഷണത്തിൽ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുന്ന കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ നമ്മൾ പരസ്പരം പങ്കുവെക്കുകയാണ്. ഈ പങ്കുവെക്കലുകൾ ബഹുവിധത്തിലുള്ള വ്യവഹാരങ്ങളിലൂടെയാണ് നമ്മൾ നടത്തുന്നത്. അവയെ ഗ്രന്ഥങ്ങളിലാക്കി ക്രോഡീകരിച്ച് നമ്മൾ തലമുറകളിലേക്ക് അവയെ കൈമാറുകയും ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ജീവിതം മുഴുവൻ ജീവിച്ച് തീർത്ത് അന്വേഷിച്ച് കണ്ടെത്തി എടുക്കുന്ന അറിവുകളിലേക്കുള്ള കുറുക്കു വഴികളുമുണ്ട്. ആ കുറുക്കു വഴികളാണ് വായനകൾ. വായനകളിലൂടെ നമുക്ക് ഒരു ജീവിതത്തിൽ നിന്ന് നൽകിയ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ നിന്ന് ലഭിച്ച തിരിച്ചറിവുകളെ വായിച്ചെടുക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ, ഉൾക്കൊള്ളാൻ കഴിയും. ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു വായനയിൽ ചെയ്യുന്നത് ഒരു ജീവിതം ജീവിക്കൽ തന്നെയാണ്. ഈ ഒരു സാധ്യതയിൽ വായനയും ജീവിതവും പരസ്പരം വേർതിരിക്കാൻ കഴിയാത്ത വിധം ഇഴചേർന്നു നിൽക്കുന്ന രണ്ടു കാര്യങ്ങളാണ്. വായനയുടെ ജീവിതത്തിൻ്റെയും ഈ തലങ്ങളുടെ സൂക്ഷ്മതകളിലേക്കാണ്, വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് മലയാളത്തിലെ പ്രമുഖരും പ്രസിദ്ധരുമായിട്ടുള്ള ഏതാനും എഴുത്തുകാരും സാഹിത്യ നിരൂപകരുമൊക്കെയാണ്. നമ്മോട് ആദ്യമായി സംസാരിക്കുന്നത് ബഹുമാന്യനായ എം.എൻ. കാരശ്ശേരിയാണ്. ബഹുമാന്യനായ എം.എൻ. കാരശ്ശേരിയെ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം നമുക്കെല്ലാം അറിയാം. കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലെല്ലാം ഒരുപാട് കേട്ടു പരിചയിച്ചിട്ടുള്ള ഒരു വാക്കാണ്, ഒരു പേരാണ് കാരശ്ശേരി മാഷ് എന്നത്. കാരശ്ശേരി മാഷിൻ്റെ ഇടപെടലുകൾ മാപ്പിള മലയാളം, മാപ്പിള സാഹിത്യം എന്നിവയെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിചയപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കാരശ്ശേരി മാഷ് നമുക്കെല്ലാം പരിചയമുള്ളത് സധൈര്യം സ്വന്തം അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ആരുടെ മുമ്പിലും അവതരിപ്പിക്കുന്ന ഒരു ചിന്തകൻ, സ്വതന്ത്ര ചിന്തകൻ കൂടിയായിട്ടാണ്. ബഹുമാന്യനായ കാരശ്ശേരി മാഷുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. സുഹൃത്തുക്കളെ, എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമാണ് ഹാറൂൺ കക്കാട്. അദ്ദേഹമാണ് യുവതയുടെ ഒരു ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്ത് ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ അദ്ദേഹത്തിന് വേണ്ട താക്കീത് കൊടുത്തിരുന്നു. കാരണം എന്നെ വിളിക്കണ്ട, എന്നെ വിളിക്കുന്ന വലിയ ഗുണമുണ്ടാവില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. കുഴപ്പമില്ല എന്നാണ് ഹാറൂൺ പറഞ്ഞത്. അപ്പോൾ വായനയും ജീവിതവും എന്നുള്ള വിഷയത്തെപ്പറ്റി ഞാൻ എനിക്ക് തോന്നുന്നത് പറയാം. അപ്പോൾ നിങ്ങൾ എതിര് കേൾക്കാനുള്ള ഒരു മനസാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത്. ഇപ്പോൾ വായന എന്നുള്ളത് സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എല്ലാ നാട്ടുകാർക്കും എല്ലാ സമൂഹങ്ങൾക്കും അറിയാം. ഇപ്പോൾ പ്രധാനപ്പെട്ട സംസ്കാരങ്ങളുടെ ഒക്കെ അടിയിൽ ഒരു പുസ്തകമുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ സംസ്കാരത്തിൻ്റെ അടിയിൽ ഖുർആൻ എന്നൊരു പുസ്തകം, ക്രിസ്ത്യാനികളുടെ അടിയിൽ ബൈബിൾ എന്നൊരു പുസ്തകം, ഹിന്ദുക്കളുടെ പാരമ്പര്യത്തിൻ്റെ അടിയിൽ ഗീത എന്നൊരു പുസ്തകം. ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കാനുള്ളതെന്നാണ്, ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് അർത്ഥം, ഗീത എന്ന് പറഞ്ഞാൽ പാടാനുള്ളതെന്നാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാൾ അറിയാം, ഖുർആൻ ആരംഭിക്കുന്നത് വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ
അവിടെ കൊടുത്തത്, ദൈവത്തിൻ്റെ ഒരു വിശേഷണമായിട്ട് കൊടുത്തത്, തനിക്ക് അറിയാത്തതിനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാഹരണമാണ് നിൻ്റെ നാഥൻ എന്നാണ്. അപ്പോൾ എഴുത്ത്, പേന, പുസ്തകം ഇതൊക്കെ വലിയ കാര്യമാണെന്നാണ്. അപ്പം മലയാളികൾക്കത് വേഗം മനസ്സിലാവും. എന്താ വെച്ചാൽ തുഞ്ചൻ പറമ്പിൽ നമ്മുടെ ഭാഷാപിതാവായി നമ്മൾ ആദരിക്കുന്ന എഴുത്തച്ഛൻ എഴുതിയ എഴുത്തുപോലെ എഴുത്താണി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടെങ്കിൽ നന്നായി. അതായത് മലയാളികൾ എഴുത്തിനെ, വായനയെ, പുസ്തകത്തെ എത്ര മാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഇപ്പോൾ യഹൂദന്മാരെ പറ്റി പറയാറുണ്ട്, ഒരു പഴഞ്ചൊല്ല അത്. യഹൂദന്മാർ ബൈബിൾ ഉണ്ടാക്കി എന്നതല്ല ശരി, ബൈബിൾ യഹൂദന്മാരെ ഉണ്ടാക്കുകയാണ് ചെയ്തതെന്നാണ്. നോക്കിയാൽ കാണാം, അത് യഹൂദന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാ പുസ്തകങ്ങളും ഈ തരത്തിൽ ഒരു സമൂഹത്തെ നിർണ്ണയിക്കും, ഒരു സമൂഹത്തെ രൂപീകരിക്കും. അപ്പോൾ എന്തിനാ വായിക്കുന്നത്? ഇപ്പോൾ കുട്ടികൾ വായിക്കുന്നുണ്ടാവാം, രൂപം മാറിയിട്ടുണ്ടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ പത്രം വായിക്കുക, വീക്കിലി വായിക്കുക, പുസ്തകം വായിക്കുക എന്നുള്ളതൊക്കെ മാറിയിട്ട് ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ്, നെറ്റ്, അങ്ങനെ വായനയുടെ രീതി മാറിയിട്ടുണ്ടാവും. പിന്നെ അപ്പോഴും ഒരു ചോദ്യമുണ്ട്, നമ്മൾ കാര്യങ്ങളറിയാൻ വായിക്കേണ്ട ആവശ്യമുണ്ടപ്പോൾ ഇല്ല, തീരെ ഇല്ല. ഇപ്പോൾ എന്ത് വിവരവും അറിയാം, പത്രം വായിക്കുന്നേക്കാൾ അറിയാം. ഒന്നുകിൽ ടെലിവിഷൻ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് കണ്ടാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടാൽ മതി, റേഡിയോ കേട്ടാൽ മതി. പത്രം കൂടി വായിക്കേണ്ട ആവശ്യമില്ല. വലിയ മെനക്കെട്ട പണിയാണ് വായിക്കാന്ന് പറഞ്ഞത്. അതൊരു എളുപ്പപ്പണിയല്ല. അവിടെ അമർന്നിരിക്കുക. വായിക്കാൻ വേണ്ടി എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് അപൂർവമായിട്ട് നടന്ന് വായിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ MP ശങ്കുണ്ണി നായർ, മഹാപണ്ഡിതൻ, ഓക്സ്ഫോർഡ് ഡിക്ഷണറി കാണാപ്പാഠം പഠിച്ച മഹാപണ്ഡിതൻ, സംസ്കൃതത്തിലെ നിഘണ്ടു, അമരകോശം കാണാപ്പാഠം പഠിച്ച നിരൂപകൻ. അദ്ദേഹം നിന്നിട്ടായിരുന്നു വായിച്ചിരുന്നത്. അതെങ്ങനെ ഒരു കാല് ഒരു സ്റ്റൂളിന് മുകളിൽ കയറ്റി വെച്ചിട്ട്, എത്ര വലിയ ബുക്കാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സ് ഹോസ്റ്റലിൽ അദ്ദേഹം ഡോക്ടർ C രാജേന്ദ്രൻ്റെ മുറി താമസിക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം വായിക്കുക എങ്ങനെയാണ്? നിന്നിട്ട് വായിക്കാം, നടന്നിട്ട് വായിക്കാം, അധികം ആളും ഇരുന്നിട്ടാണ് വായിക്കുക. ആ അമർന്നിരിക്കുക, ഇരുത്തം വരിക എന്ന് പറയും, ക്ഷമ കിട്ടില്ല. പിന്നെ അപൂർവ ആൾക്കാർ കിടന്ന് വായിക്കും. അത് പലതരത്തിൽ നഷ്ടമാണ്. കാരണം കിടന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനേക്കാൾ അധികം നിങ്ങൾക്ക് ഇരുന്ന് വായിച്ചാൽ മനസ്സിലാവും. അതിനേക്കാൾ മനസ്സിലാവും നിന്ന് വായിച്ചാൽ, ചിലപ്പോൾ അതിനേക്കാൾ മനസ്സിലാവും നടന്ന് വായിച്ചാൽ. എന്താ കാരണം വെച്ചാൽ നമുക്ക് ശരീരത്തിനൊരു ചലനം ഉണ്ടെങ്കിൽ നമ്മുടെ നട്ടെല്ല് നേരെ നിൽക്കുകയാണെങ്കിൽ ഒക്കെ നമ്മുടെ തലച്ചോറിന് പ്രവർത്തനശേഷി കൂടും എന്നാണ് നമ്മുടെ അനുഭവം. നമുക്ക് ആലോചിച്ചാൽ അറിയാം. നമ്മളിപ്പോൾ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇരുന്ന് കഴിഞ്ഞ് എന്തെങ്കിലും കാര്യമായിട്ട് ആരോഗ്യമുണ്ട് വരുമ്പോൾ ആൾക്കാർ എണീറ്റ് ഇങ്ങനെ നടക്കുന്ന കാണാം. പഴയ നാടകങ്ങളിലൊക്കെ വളരെ വ്യക്തമാണത്. അത് എപ്പോഴും നമുക്കൊക്കെ അനുഭവം അത്. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു ചലനം വരുമ്പോൾ അത് കുറച്ചുകൂടി എന്നോട് ആൾ ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ ബസ്സിൽ നിന്ന് വായിക്കുന്നത്? ഞാൻ ബസ്സിൽ നിന്ന് ധാരാളം വായിക്കുന്ന ആളാണ്. അപ്പോൾ കാരണം ആ സമയം എനിക്ക് നഷ്ടപ്പെടുത്താൻ ഇഷ്ടമല്ല. പിന്നെ ബോറടിക്കും. പിന്നെ വല്ലവരും വന്നിരുന്ന് ആവശ്യമില്ലാത്ത വല്ല വർത്താനം പറയും, വല്ല പരദൂഷണോ ഏഷണിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നസ്യം പറയായിരിക്കും. ഇതൊന്നും കേൾക്കണ്ടല്ലോ, നമുക്ക് വല്ലതും വായിക്കാം. അപ്പോഴൊരു ചോദ്യം വരികയാണ്, ഇതിപ്പോൾ ഈ വിവരങ്ങൾ അറിയാൻ വായിക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഇതിനാ വായിക്കുന്നത്? വിവരങ്ങളൊക്കെ വായിക്കാതെ തന്നെ അറിയാം. വായിക്കുന്നത് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ വളരാനാണ്. ഒന്ന്, നമ്മുടെ ഭാവന വളരാൻ. ഭാവന അത് മനുഷ്യന് അത്യാവശ്യമുള്ള ഒരു സാധനമാണെന്നാണ് എൻ്റെ കണക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. മുഹമ്മദ് ഇക്ബാൽ, മഹാകവി, ഉറുദു, പേർഷ്യൻ ഭാഷകളിൽ എഴുതിയ കവി. അദ്ദേഹത്തിൻ്റെ 2 വരി ഇപ്പം എനിക്ക് ഓർമ്മ വരും. അദ്ദേഹം ദൈവത്തോട് പറയാണ്, ദൈവമേ, നീ രാവ് സൃഷ്ടിച്ചു, ഞാൻ വിളക്ക് കണ്ടുപിടിച്ചു. ആലോചിച്ച് നോക്കൂ, വലിയ ഭക്തനാണ് ഇക്ബാൽ. അതൊക്കെ ഇരിക്കെ തന്നെ ദൈവം രാവ് സൃഷ്ടിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്, അത് അംഗീകരിക്കാതിരിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ വിളക്ക് കണ്ടുപിടിച്ചതെന്നാണ് ഒരു ഭാവന. അത് ഇങ്ങനെ ഭാവനയുടെ കാര്യം പറഞ്ഞാൽ അറ്റമില്ല.
അപ്പോൾ നമ്മൾ നോവലുകൾ വായിക്കുന്നു, കഥകൾ വായിക്കുന്നു, പാട്ട് കേൾക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വലിയ സുഖമില്ലാത്ത ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് മൊഹീദ്ദീൻ മാല. കണ്ടുകിട്ടിയ മാപ്പിളപ്പാട്ട് കൃതികളിലേക്ക് ഏറ്റവും പഴയതാണ് മൊഹീദ്ദീൻ മാല. അതിൽ പറയുന്നുണ്ട്, കൊല്ലം 782 ഞാൻ കോത്തന്നിം മാലനെ 155 782 എന്ന് പറഞ്ഞാൽ ക്രിസ്തു വർഷം 1607, 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. ലളിത മലയാളമാണ്, മധുര മലയാളമാണ്. അപ്പോൾ അതിൽ 2 വരി: കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർന്ന്. എങ്ങനെ? കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അദ്ദേഹത്തെ ഈ സംസാരം കേൾക്കുന്ന ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാം. ബാഗ്ദാദുകാരനാണ്, മഹാപണ്ഡിതൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുന്ന ഒരു കൃതിയാണ് മുഹീദ്ദീൻ മാല. അതിൽ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയാത്ത അനേകം കാര്യങ്ങളിൽ പറയുന്നുണ്ട്. അതൊക്കെ എന്താ? അതൊക്കെ കവിതയുടെ രീതിയാണ്, അതൊക്കെ അതിശയോക്തിയാണ്. ഈ 2 പേരിൽ എന്താ പറഞ്ഞത്? കശം എന്ന് പറഞ്ഞാൽ പഴയ മലയാളത്തിൽ കുറ്റാക്കൂറ്റിട്ട്, കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. അദ്ദേഹത്തിൻ്റെ കൈവിരൽ ചൂട്ടാക്കി അദ്ദേഹം നടന്നു എന്നാണ്. മൊയ്തീൻ ഷേഖിനെ പറ്റി ഞാൻ വേറെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എണ്ണ തീർന്ന് അദ്ദേഹത്തിൻ്റെ വിളക്ക് കെട്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൂണ്ടാണി വിരൽ പ്രകാശിച്ചു. ആ പ്രകാശത്തിൽ അദ്ദേഹം എഴുതി. ഇതൊക്കെ ഉള്ളതാണോ? ഉള്ളതല്ല. ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഇതെന്താണ്? അതാണ്, ഇത് ഭാവനയാണ്, ഇത് അതിശയോക്തിയാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ ചൂണ്ടാണി വിരൽ പ്രകാശം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പണ്ഡിതനാണ്, അത്ര വലിയ എഴുത്തുകാരനാണെന്ന് അർത്ഥം. ബഷീർ ഇങ്ങനൊരു അനുഭവത്തെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് നീല വെളിച്ചം എന്നുള്ള കഥയിൽ അത് വന്നു നോക്കുമ്പോൾ അതിങ്ങനെ പ്രകാശിച്ചു. അപ്പോൾ അത് ആ കഥ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അത് സ്നേഹത്തെപ്പറ്റി അദ്ദേഹം പറയുന്നതെന്നാണ്. അപ്പോൾ എന്താണ് മൊയ്തീൻ ഷേഖിന് പറ്റിയത്? അദ്ദേഹം ആ മഹാപണ്ഡിതനെ പറ്റിയുള്ള ഒരു അലങ്കാര കൽപ്പന. അതെന്താ അലങ്കാര കൽപ്പന? അദ്ദേഹം കൂരിരുട്ടിലെ പ്രകാശഗോപുരമാണ് എന്നാണ് പറഞ്ഞത്. കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. കൈവിരൽ ചൂട്ടാക്കി കത്തിക്കാൻ പറ്റും? പറ്റും. എവിടെ പറ്റും? കവിതയെ പറ്റും. എങ്ങനെയത്? സ്വന്തം ജീവിതം കത്തിക്കാത്ത ആർക്കും വെളിച്ചുണ്ടാവില്ല. അവനവൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജീവിതം, ആ ജീവിതം കത്തിക്കുക. എന്താ കത്തിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദുരനുഭവങ്ങളും ഏറ്റുവാങ്ങാൻ തയ്യാറായ മാത്രമേ നിങ്ങൾക്ക് പ്രകാശം ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞതാ. അല്ലാതെ മൊയ്തീൻ ഷേഖ് എങ്ങനെയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും വിചാരിക്കുമോ? ഞാൻ വിചാരിക്കില്ല. കവിതയിൽ ഇങ്ങനെ. അപ്പം ഞാൻ വേറെ നിങ്ങൾക്കൊക്കെ അറിയുന്നൊരു താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്ങുള്ളോളെ, പുമുഖം കണ്ടാ മതിയോ പുതി തീർക്കും കാലമായോ, കാമിനി അടുത്തു വന്നോ കാലദോഷം വന്നുപോയോ. വളരെ പ്രസിദ്ധമായ പാട്ടാണ്. ബഷീർ ബാല്യകാല സഖി കൊടുത്തിട്ടുണ്ട്. KT മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഇത് ഭൂമിയാണ് എന്നുള്ള നാടകത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പഴയ ഏതോ ഒരു അജ്ഞാത ഗായകൻ എഴുതിയതാണ്. ആ ഒരു താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളൻ. ആലോചിച്ച് നോക്കൂ, താമര കൊണ്ട് പൂങ്കാവനം ഉണ്ടാക്കാൻ സാധിക്കുമോ? താമര എവിടെ ഉണ്ടാകുന്ന? അത് വെള്ളത്തിലുള്ളതാണെന്നേ. താമര എന്ന് പറയുന്നത് ചളിയിലുള്ളതാണ്. പങ്കജം എന്നാണ് താമരയ്ക്കുള്ളൊരു പേര്. അതുകൊണ്ട് പൂങ്കാവനം ഉണ്ടാക്കാൻ സാധിക്കില്ല, അവിടെ താമസിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ യുക്തിയും കൊണ്ട് നിങ്ങൾ വന്നാൽ ഈ കവിത ആസ്വദിക്കാൻ പറ്റില്ല. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെന്ന് പറയുമ്പോൾ താമര കൊണ്ട് പൂങ്കാവനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് യുക്തി പറഞ്ഞു വന്നാൽ പിന്നെ നിങ്ങൾക്ക്, കാരണം ഇത് മാജിക്കാണ്, ഇത് ലോജിക്കല്ല, ഇത് യുക്തിയല്ല, ഇത് മാന്ത്രികതയാണ്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ മൊഹിദ്ദീൻ മാലയിലാണെങ്കിലും റിഫായി മാലയിലാണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ വലിയ വിഷമമുള്ള പേരുകളായിരിക്കും. നിങ്ങൾ കേട്ട് വിഷമിച്ചോ. എന്താ കാരണം വെച്ചാൽ അതിമനോഹരമാണ്. നിങ്ങൾക്ക് കവിത വേണമെങ്കിൽ, സാഹിത്യം വേണമെങ്കിൽ, ഭാവന വേണമെങ്കിൽ മതി ഇത്. അപ്പോൾ നമ്മുടെ ഭാവന വളർത്തുന്ന ഒരു സാധനമാണ് എന്ത്? വായന. പിന്നെ നമ്മുടെ ചിന്ത വളരാൻ വായിക്കണം. ചിന്ത വളരാൻ. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഒരു മട്ടിൽ പഠിച്ചു വെച്ചു, ആ പഠിച്ചു വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആലോചിക്കണം. അപ്പോഴേ വളരുള്ളൂ. നിങ്ങൾ ഭക്തി കൊണ്ട് ഒരു കാര്യം ആലോചിച്ചു, ശരി, അത് അങ്ങനെ ശരിയാണെന്ന് ഉറപ്പിച്ചു.
അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കണമെങ്കിൽ പുസ്തകം വായിക്കണം. അപ്പം നിങ്ങളുടെ ജീവിതത്തെ വളർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഭാവന, വേറെ ഒന്ന് ചിന്ത. ഇതിന് രണ്ടിനും പുസ്തകം വായിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങൾ സിനിമ കണ്ടാലോ, നാടകം കണ്ടാലോ, നെറ്റ് നോക്കിയാലോ, TV കണ്ടാലോ ഒന്നും ഈ രണ്ട് സാധനം ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. രാമായണത്തെ പറ്റിയുള്ള ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു സിനിമ നിങ്ങൾ കാണുന്നു. അപ്പോൾ സീത എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതല്ല, 10 തലയുള്ള രാവണൻ എന്നാ. എന്തൊരു വിഡ്ഢിത്താണ് അല്ലേ? ഒന്നുമില്ല, മഹാബുദ്ധിമാനാണ് നീ പറഞ്ഞത്. 20 കൈയുള്ള രാവണൻ എന്താ പറഞ്ഞത്? അദ്ദേഹം വലിയ കരബലുള്ള ആളാണെന്നാ. കവിതയിൽ കാര്യങ്ങൾ പറയുന്ന രീതി അങ്ങനെയാണ്. കവിതയിൽ കാര്യങ്ങൾ പറയുന്ന രീതി വ്യത്യാസമാണ്. നിങ്ങൾ ഗദ്യത്തിൽ പറയും പോലെ, സാധാരണ വർത്തമാനത്തിൽ പറയും പോലെ അല്ല. സാഹിത്യത്തിൽ മിക്ക പുസ്തകങ്ങളിലും അങ്ങനെയല്ല നിങ്ങൾ കാണുക. അത് വളരെ വ്യത്യാസമായിട്ടാണ്. അതിലെപ്പോഴും അതിശയോക്തി ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അനേകം കാര്യങ്ങളുണ്ടാവും. ഇപ്പം ഞാനൊരു എൻ്റെ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് ശകലം ദേഷ്യം വരെ നല്ലതാണ്. ഇപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, സ്വർഗത്തിൽ എന്താ ഉള്ളത്? സ്വർഗത്തിൽ പുസ്തകമുണ്ടോ? സംഗീതമുണ്ടോ? നൃത്തമുണ്ടോ? ഇതൊന്നും ഞാൻ പഠിച്ച സ്വർഗത്തിലുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. അവിടെ പഴങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, സ്ത്രീകളുണ്ട്, പിന്നെ മറ്റ് സുഖസൗകര്യങ്ങളുണ്ട്. പുസ്തകമുണ്ടോ? ഇതിപ്പോൾ ഞാൻ ആലോചിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേണമെന്ന് വിചാരിച്ചാൽ ഏത് പുസ്തകം അവിടെ എത്തും. പക്ഷെ അതങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഞാൻ വായിച്ച വിവരണങ്ങളിലൊന്നും അവിടെ ഒരു വലിയ ലൈബ്രറി ഉണ്ട്, അവിടെ വലിയ സംഗീത സദസ്സുണ്ട് എന്നൊന്നും ഞാൻ വായിച്ചിട്ടില്ല. വേണ്ടതല്ലേ? അപ്പോൾ എന്നെ സംബന്ധിച്ച് സ്വർഗം എന്ന് പറഞ്ഞാൽ കലാനുഭവങ്ങളാണ്. അപ്പോൾ സംഗീതം അതിൽ വലിയൊരു അനുഭവമാണ്, ചെറിയ അനുഭവമല്ല. ബഷീർ പറയും സംഗീതം ഈശ്വരനാണ്, സംഗീതം ഈശ്വരനാണെന്ന് പറയും. സംഗീതം മാത്രമാണ് കല എന്ന് ബഷീർ എത്രയോ വട്ടം എന്നോട് പറഞ്ഞു. ഒരിക്കലും ഞാൻ ചോദിച്ചു, സംഗീതം മാത്രമാണ് കല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്, മനുഷ്യജീവിതത്തിൻ്റെ ശോകം, ദുഃഖം ആവിഷ്കരിക്കാൻ സംഗീതത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകനാണ് മുജാഹിദ് ബാലുശ്ശേരി. അദ്ദേഹം സംഗീതം ഹറാമാണ് എന്ന് പറയുന്ന പല പ്രസംഗങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു നാണക്കേടാണ് ആലോചിച്ച് നോക്കൂ. അത് അദ്ദേഹം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. ഇപ്പോൾ ഹുസൈൻ സലഫി അങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. സംഗീത ഹറാമാണ്. അതേ ഇസ്ലാം മതത്തിൻ്റെ പേരിലാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാൻ കണ്ടിടത്തോളം ഏറ്റവും സംഗീത സാന്ദ്രമായി ആലപിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അതിൽ പ്രാസനിഷ്ഠമായ ഗദ്യമാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആലോചിച്ച് നോക്കുക, കുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ് എന്ന് നിങ്ങൾക്ക് എത്രയോ വരികൾ എന്നെക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർമ്മ വരും. അന്ത്യാക്ഷരപ്രാസം അറബിയിൽ അത് വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം. അറബിയിൽ പല കാവ്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു അക്ഷരത്തിൽ തന്നെ അവസാനിക്കുക. ആ പേര് തന്നെ ലാമിയ, മീമിയ, ഹംസിയ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഈ പ്രാസനിഷ്ഠമായ ഗദ്യമാണ് ഖുർആൻ ഉപയോഗിച്ചത്. അത് വായിക്കുകയും ചെയ്യുക, പാടുകയും ചെയ്യുക. ഇപ്പോൾ ഇബ്നു ബാസിത്തിൻ്റെ ഒക്കെ ഖുർആൻ ആലോപനം ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് ഈ മുജാഹിദ് ബാലുശ്ശേരിയും ഹുസൈൻ സലഫിയൊക്കെ വരുന്നത്. എങ്ങനെയാണ് അവർ സംഗീത ഹറാമെന്ന് പറയാം? ആലോചിച്ച് നോക്കൂ. ഇത് അവരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ. പാടാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ അപൂർവ. അത് അവരുടെ വിശ്വാസം അനുസരിച്ച് ദൈവദത്തമായൊരു കഴിവായിരിക്കുമല്ലോ. അതെങ്ങനെ ഒരു ചീത്തക്കാരിയാവുക? അതെങ്ങനെ ചീത്തക്കാരിയാവും? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിലർ പറയുണ്ടാവും അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം. അത് ഞങ്ങളുടെ അഭിപ്രായമല്ല. അവർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായമല്ല, അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് മുജാഹിദിൻ്റെ ഒരു പണ്ഡിതനും ഒരു നേതാവും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എല്ലാ മുജാഹിദിനും അതാണ് അഭിപ്രായം എന്നല്ലേ പറയുന്നത്. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ.
അതായത് സംസ്കാരം എന്ന് പറയുന്നത് കലാരൂപങ്ങളെ കൊണ്ടാടുന്ന ഒന്ന്. അതിലൊരു കലാരൂപമാണ് സാഹിത്യം. അതിൻ്റെ രൂപമാണ് പുസ്തകം. പുസ്തകം ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു സാധനമല്ല. ഇപ്പോൾ നിങ്ങൾ മിർസ ഗാലിബിനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ മുഹമ്മദ് ഇക്ബാലിനെ പറ്റി ആലോചിക്കുക. വേണ്ട, നമ്മുടെ നാട്ടിലെ മോയിൻകുട്ടിയത്തിനെ പറ്റി ആലോചിക്കുക. അപ്പോഴേക്കത് ഹറാമാവും. എന്താണ്? ബദർ പടപ്പാട്ട് എഴുതിയ ആളാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് നിങ്ങൾ കളയുന്നേ. ഇപ്പോൾ ബദരീങ്ങളെ ഇടനിർത്തിയിട്ട് തവസ്സുൽ ഇസ്തിഗാസ ഇടതേട്ടം നടത്തിയിട്ടുണ്ട് വൈദ്യർ. ആ വരി നിങ്ങൾ വായിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചാൽ നിങ്ങളത് വിശ്വസിക്കണ്ട. അപ്പം നമ്മൾ എന്തെല്ലാം പാടുന്നു, എന്തെല്ലാം വായിക്കുന്നു, അതിനൊക്കെ ഇപ്പം എന്താ? അപ്പോൾ അത് നമ്മളെ സംഗീതമാണ് ആസ്വദിക്കുക. ഞാൻ നിങ്ങൾക്ക് കേട്ടാൽ അത്ഭുതം തോന്നുന്നൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഭാഗ്യവശാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് മഹാകവി അക്കിത്തം. അദ്ദേഹത്തിന് മുഴുവൻ പേര് അക്കിത്തത്ത് അച്യുതൻ നമ്പൂതിരി എന്നാണ്. അദ്ദേഹം എടപ്പാളിനടുത്ത് കുമരനെല്ലൂരിലാണ് താമസം. അദ്ദേഹം യൗവനകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു, ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദം കമ്മ്യൂണിസ്റ്റൊക്കെ ശക്തമായിരുന്ന കാലത്ത് ഒരിക്കൽ അദ്ദേഹം ടെഹ്റാൻ റേഡിയോയിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാനിടയായി. അദ്ദേഹത്തിന് അറബി അറിയില്ല, ഖുർആൻ എന്താണെന്ന് അറിയില്ല. പക്ഷേ സംഗീതസാന്ദ്രമായി ഭക്തിസാന്ദ്രമായി അത് പാടുന്നത് കേട്ടു. ആ കേട്ടതിൻ്റെ അനുഭൂതി, അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല, ആ സംഗീതത്തിൻ്റെ അനുഭവം. ആ അനുഭൂതിയിൽ നിന്നാണ് താൻ നാസ്തികതയിൽ നിന്ന് രക്ഷപ്പെട്ട് ആസ്തികതയിലേക്ക് വന്നത് എന്ന് അക്കിത്തം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സമാവർത്തനം എന്ന് ഒരു പുസ്തകമുണ്ട്, അതിൽ കാണാതെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ കുറച്ചു കാലം ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അന്ന് രാവിലെ 5 മണിക്ക് എണീറ്റ് രാവിലെ നടക്കാൻ പോകും. അപ്പോൾ ഞാൻ താമസിച്ചിരുന്നത് കലാസിപ്പാളയം എന്നുള്ള സ്ഥലത്താണ്. അതിൻ്റെ അടുത്താണ് അവിടുത്തെ പ്രസിദ്ധമായ ജുമാ മസ്ജിദ്, വളരെ മനോഹരമായ. അപ്പോൾ ഞാൻ ആ പള്ളിയിൽ ഒരിക്കലേ പോയിട്ടുള്ളൂ. അത് സാക്ഷാൽ കാശ്മീർ സിംഹം ഷെയ്ഖ് അബ്ദുല്ല, ഇന്നത്തെ പ്രധാനപ്പെട്ട കാശ്മീർ നേതാവ് ഫാറൂഖ് അബ്ദുല്ലയുടെ ബാപ്പ, അദ്ദേഹം വന്ന് പ്രസംഗിച്ചിരുന്നു അവിടെ. ആ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയിട്ടുള്ളൂ. ഞാൻ വേറെ പള്ളിയിൽ പോയിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസം നടക്കാൻ പോയപ്പോൾ ആ പള്ളിയിൽ നിന്ന് ഒരു ബാങ്ക് കേട്ടു. അതിമനോഹരമായ ശബ്ദം. അതിൽ ആ മുഅദ്ദിൻ്റെ, ബാങ്ക് വിളിക്കുന്ന വൃദ്ധനായ മനുഷ്യൻ്റെ വാസ്തവമായ ഭക്തി, അതിൻ്റെ ശോകം എല്ലാ ശബ്ദത്തിലുണ്ടായിരുന്നു. ഞാനത് കേട്ട് അവിടെ നിന്നു. ആ ബാങ്ക് കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ പോയത്. പിന്നെ എന്നും രാവിലെ ഞാൻ അവിടെ ആ സമയത്ത് അവിടെ എത്തും, അദ്ദേഹത്തിൻ്റെ ബാങ്ക് കേട്ട് ഞാൻ പോകും. അതൊരു സംഗീതത്തിൻ്റെ ഒരു അനുഭവമാണ്. ഇപ്പോൾ ഒരർത്ഥം മനസ്സിലാവാതെ മര്യാദയ്ക്ക് നിസ്കാരത്തിലോ അല്ലെങ്കിൽ വയല് പറയുമ്പോഴോ ആളുകൾ ഖുർആൻ ഓതുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. എന്താ കാര്യം? അതിൻ്റെ ആ അനുഭവം. അപ്പോൾ ഈ സംഗീതം ഹറാമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഏത് കണക്ക് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മുഹമ്മദ് നബിയുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം മക്കയിൽ നിന്ന് പലായനം നടത്തി മദീന ചെല്ലുമ്പോൾ അവിടുത്തെ ബാലികമാർ അവിടുത്തെ വലിയ തുകൽവാദ്യങ്ങൾ മുട്ടിയിട്ട് അഷറക്കൽ ബദറു അലൈന മിൻ സാനിയത്തിൽ വിദാഴി, ഇതാ സാനിയത്തിൽ വിദാഴിലൂടെ, ആ താഴ്വാരത്തിലൂടെ ഞങ്ങളുടെ മേൽ പൂർണ്ണേന്ദ്രൻ വന്ന് ഉദിച്ചിരിക്കുന്നു എന്ന് അവർ പാടി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഞാൻ ബുഖാരിയിൽ വായിച്ച ഒരു സംഭവം, ഒരിക്കൽ പെരുന്നാളിൻ്റെ അന്ന് പെൺകുട്ടികളാരോ ഉച്ചത്തിൽ പാട്ട് പാടിയപ്പോൾ നബി കടന്നു വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അവരെ വിലക്കി. അപ്പോൾ നബി പറഞ്ഞു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? അബൂബക്കർ അവരെ വിലക്കണ്ട, ഇന്ന് പെരുന്നാളല്ലേ, അവർ സന്തോഷത്തിന് അവർ പാടട്ടെ. അപ്പോൾ സംഗീതവും സാഹിത്യവും ഒന്നാണ് എന്നാണ് ഇന്ത്യയിലെ സങ്കല്പം. ഇവിടെ വിദ്യയുടെ ദേവതയെപ്പറ്റി സരസ്വതി എന്ന് പറയും. സരസ്വതിയുടെ 2 സ്തനങ്ങളാണ് സംഗീതവും സാഹിത്യവും എന്ന് പറയും. സംഗീതം അഭി സാഹിത്യം സരസ്വത്യ സ്തനദ്വയം. സരസ്വതി ദേവിയുടെ 2 സ്തനങ്ങളാണ് സംഗീതവും സാഹിത്യവും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഭാവന, ഈ കലാരൂപങ്ങൾക്ക് തരാൻ കഴിയുന്ന അനുഭവങ്ങൾ
അത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ പുസ്തകം വായിച്ചാൽ, ഇപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ഭാവനയെ എങ്ങനെയാണ് അത് ഉദ്ദീപിപ്പിക്കുക. നമ്മളതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുമ്പോൾ അറബിക് കഥകൾ, അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയും. അത് ശരിക്കും ഇറാൻകാരുടെ സംഭാവനയാണത്. അവരതിന് പറയുന്നത് 1001 രാവുകൾ എന്നാണ്. ഹാറൂൺ അൽ റഷീദ് 8-ാം നൂറ്റാണ്ടിലെ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ കാലത്താണ് പ്രധാനപ്പെട്ട കഥകൾ ഉണ്ടായത്. ചില കഥകൾ അദ്ദേഹം തന്നെ കഥാപാത്രമാണ്. 1001 രാവുകൾ എന്തൊരു ഭാവനയാണ്, കാൽപ്പനിക ഭാവനയുടെ അങ്ങേ അറ്റം എന്നാണ് യൂറോപ്പിലെ ആളുകൾ അതിനെപ്പറ്റി പറഞ്ഞത്, അറബി കഥകളെ പറ്റി. അപ്പോൾ നമുക്കിവിടെ അറിയുന്ന അതിലെ കഥയെന്ന് അറിയാത്തപ്പോൾ ആലിബാബയും 40 കള്ളന്മാരും എന്നുള്ള അതിലൊരു കഥയാണ്. അങ്ങനെ ഒരുപടി സിന്ധുബാദിൻ്റെ കപ്പൽ യാത്ര, കുറേ കഥകൾ, ജിന്നുകളെ പറ്റി, ഇഫിരീത്തിനെ പറ്റി, സുന്ദരികളെ പറ്റി, രാജാക്കന്മാരെ പറ്റി. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് എന്താ കാര്യം? ഇതുകൊണ്ട് ആഹാരത്തിലേക്ക് വല്ല കാര്യമുണ്ടോയെന്നാണ് ഒരു ചോദ്യം ഞാൻ കേട്ടതാണ്. പരലോകത്തേക്ക് വല്ല കാര്യമുണ്ടോ എന്ന് നീ പറയാൻ എനിക്ക് അറിഞ്ഞോണ്ട്, എനിക്ക് പരലോകത്തെ പറ്റി ഒന്നും അറിയില്ല. പക്ഷേ ഇഹലോകത്ത് ദുന്യാവിൽ കാര്യമുണ്ട്. എന്താ കാര്യം? മനുഷ്യന് ഭാവനയും സംഗീതവും ചിന്തയൊക്കെ വളരെ അത്യാവശ്യമുള്ളതാണ്. പുസ്തക വായനയും ജീവിതവും എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു വാക്യം ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രസിദ്ധനായൊരു സാഹിത്യ നിരൂപകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് I.A. റിച്ചേർഡ്സ് എന്നാണ്. I.A. റിച്ചേർഡ്സ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം എന്നുള്ള പുസ്തകം തുടങ്ങുന്നത് എങ്ങനെയാണ്? എ ബുക്ക് ഈസ് എ മെഷീൻ ടു തിങ്ക് വിത്ത്. നിങ്ങളെ ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു യന്ത്രമാണ് പുസ്തകം എന്ന് പറഞ്ഞിട്ടാണ്. ഇതുപോലെ അനുഭവങ്ങൾ ആലോചിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് ജീവിതത്തിൽ ഒരു പെണ്ണിനോടും പ്രണയം തോന്നിയിട്ടില്ല, ഒരു പെണ്ണിനും എന്നോടും പ്രണയം തോന്നിയിട്ടില്ല. ഇനി തോന്നിയോ എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട്. പ്രണയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. ഇതെനിക്ക് എങ്ങനെ കിട്ടുക? എനിക്കിതെങ്ങനെ കിട്ടും? ഞാൻ കുമാരനാശാൻ്റെ കവിതകളിൽ നിന്ന് അത് അനുഭവിക്കും, ബഷീറിൻ്റെ കഥകളിൽ നിന്ന് അത് അനുഭവിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ബാല്യകാലസഖി എന്നുള്ള പുസ്തകത്തിൽ അവസാന ഭാഗത്ത് വരുന്നൊരു സന്ദർഭം ഞാൻ പറയാം. മജീദ് ഒരു സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു അപകടം പറ്റി, അയാൾ ബോധം കെട്ട് വലിയ പരിക്ക് പറ്റി ആശുപത്രിയിലായി. അപ്പോൾ അയാൾ അന്യനാട്ടിലാണ്, അയാൾക്ക് ആരുമില്ല, ഒറ്റയ്ക്കാണ്. ആശുപത്രിയിൽ കിടക്കുമ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ എന്തോ കുഴപ്പമുണ്ട്, കാലിനെന്തോ പറ്റിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ട് മജീദ് ഈ കാലിങ്ങനെ തടകി വരികയാണ്. തടകി വലത്തെ കാലിൻ്റെ മുട്ട് കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങോട്ട് ശൂന്യതയാണ്. എന്താണ്? ആ കാല് മുറിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ മജീദ് ആലോചിക്കുന്നതായിട്ട് ബാല്യകാലസഖിയിൽ ബഷീർ എഴുതിയിരിക്കുകയാണ്. എന്താണെന്നറിയാം? വളരെ ശ്രദ്ധിക്കണം. സുഹറയുടെ പ്രഥമ ചുംബനം ലഭിച്ച വലതുകാൽ അതെവിടെ പോയി? എങ്ങനെ? സുഹറയുടെ പ്രഥമ ചുംബനം ലഭിച്ച വലതുകാൽ അതെവിടെ പോയി? തൻ്റെ വലത്തെ കാലിൻ്റെ ഒരേ ഒരു പ്രസക്തി, ഒരേ ഒരു പ്രാധാന്യം, സുഹറ ആദ്യമായിട്ട് ചുംബിച്ചത് ആ വലത്തെ കാലിലാണ്. കാരണം അയാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ സുഹറ അയാളുടെ കാൽപ്പടത്തിൽ ചുംബിക്കുന്ന ഒരു രംഗമുണ്ട്. ഉണ്ടോ? എത്ര വലിയ സ്നേഹമാണ്, എത്ര അഗാധമായ ഒരു മനോഭാവമാണ് മജീദിനും സുഹറയ്ക്കും തമ്മിലുണ്ടായിരുന്നത്. എങ്ങനെയാണ് നമുക്കിങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞ അനുഭൂതി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഇപ്പോൾ നിങ്ങളൊരിക്കലും ആഫ്രിക്കൻ കാടുകളിൽ പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല. എന്താ കാര്യം? ടാർസൻ്റെ കഥകൾ വായിക്കുമ്പോൾ നമ്മൾ ആഫ്രിക്കൻ കാടുകൾ എന്താണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഞാൻ വളരെ വിലമതിക്കുന്നൊരു പുസ്തകമാണ് പാപ്പിയോൺ. അത് എഴുതിയത് ഒരു കുറ്റവാളിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹെൻറി ഷാരിയർ എന്നാണ്, ഫ്രഞ്ചുകാരനാണ്. ഫ്രഞ്ചിലാണ് ഇത് എഴുതിയത്. എന്താ കാര്യം? അതേ ഒരു അധോലോകത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ മയക്കുമരുന്ന് കച്ചവടം, അടിപിടി, കള്ളക്കടത്ത് ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ അയാൾ ചെയ്യാത്ത ഒരു കൊലപാതക കുറ്റത്തിന് കോടതി അയാൾ ശിക്ഷിച്ചു. അയാൾ ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾ തീരുമാനിച്ചു, എന്ത്? ഞാൻ ഈ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നില്ല. 20 കൊല്ലം തടവിന് വിധിച്ചു. അപ്പോൾ ആ തടവ് ചാടാനുള്ള ശ്രമമാണ്. ആ ആത്മകഥ. അത് പാപ്പിയോൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൂട്ടുകാർ വിളിക്കുന്ന പേര്. അദ്ദേഹത്തിൻ്റെ പേര് ഹെൻറി ഷാരിയർ എന്നാണ്. അപ്പോൾ എന്താണ് അധോലോകം?
എന്താണ് ഒരു ജയിലറാ, ജയിലിൽ ചാടുന്നതിൻ്റെ അനുഭവങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടും കേട്ട് നമുക്ക് വേറെ അനുഭവിക്കാൻ കിട്ടാത്ത വലിയൊരു ലോകം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഇച്ഛാശക്തി, അതിനൊരു മനുഷ്യൻ അനുഭവിക്കാനിടയുള്ള ദുരിതങ്ങൾ, ഇത് മുഴുവൻ ആ പുസ്തകത്തിലുണ്ട്. അത് എൻ്റെ ഇച്ഛാശക്തിയെ വളരെ സ്വാധീനിച്ച പുസ്തകമാണ്. ഞാൻ എത്രയോ ആളെ കൊണ്ട് അത് വായിപ്പിച്ചിട്ടുണ്ട്. പാപ്പിയോൺ എന്താണ്, നമുക്ക് സാധാരണ കിട്ടുന്നൊരു അനുഭവമല്ല അത്. ഇതുപോലെ അനേക ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമ്മൾ കവിതകൾ വായിക്കുമ്പോൾ, നോവൽ വായിക്കുമ്പോൾ, ഇതൊക്കെ കെട്ടുകഥയല്ലേ, ഇതൊക്കെ ഉള്ളതല്ല. മനുഷ്യജീവൻ എന്ന് പറഞ്ഞാൽ ഉള്ളത് മാത്രമല്ല, എന്തെല്ലാം സ്വപ്നങ്ങളും കഥകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 1001 രാവുകളുടെ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ പഞ്ചതന്ത്രം എന്നുള്ള മൃഗങ്ങൾ കഥാപാത്രങ്ങളുള്ള കഥകൾ, അത് വായിക്കുമ്പോൾ നമ്മുടെ ഭാവന വളരും, നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കും. അതിലിപ്പോൾ പഞ്ചതന്ത്രം ഉണ്ടായതിനെ പറ്റിയുള്ള ഒരു കഥ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മഹാരാജാവിൻ്റെ 3 ആൺകുട്ടികളുണ്ട്. അവരൊന്നും പഠിപ്പിച്ചിട്ട് ഒന്നും പഠിക്കുന്നില്ല, അവർ പഠിക്കാൻ മിടുക്കന്മാരല്ല. അപ്പോൾ വിഷ്ണു ശർമ്മൻ എന്ന പേരായിട്ട് ഒരു പണ്ഡിതൻ, ഒരു ബ്രാഹ്മണ പണ്ഡിതൻ, അയാളെ മഹാരാജാവ് ആളയച്ച് വരുത്തിയിട്ട് പറഞ്ഞു, ഇവരെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നിശ്ചിത സമയം കൊണ്ട് അവരെയൊക്കെ അത് പഠിപ്പിക്കാം. അത് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ പേരുപേക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ കഥകളാണ് പഞ്ചതന്ത്രം കഥകൾ എന്ന് പറയും. അത് അറബിയിൽ അതിൻ്റെ പരിഭാഷയുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ആ അറബിയിൽ വന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ ഞാൻ വായിച്ചിട്ടുണ്ട്. കലീലവ ദിംന, കലീലയും ദിംനയും 2 കുരങ്ങന്മാരാണ്. അങ്ങനെ അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ്. രാമായണം അറബിയിലുണ്ട്. അതിൻ്റെ പേര് ഫി ഗാബത്തി ഷയാത്തീൻ, ചെകുത്താന്മാരുടെ കാട്ടിൽ. അത് 20-ാം നൂറ്റാണ്ടിൽ കാമിൽ കൈലാനി എന്ന പേരായ ഒരു ഈജിപ്തിലെ ഒരു മഹാപണ്ഡിതനാണ് ആ പുസ്തകം എഴുതിയത്. അതിൻ്റെ പരിഭാഷ മലയാളത്തിലുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബി BA അത് ടെക്സ്റ്റായിട്ട് വെച്ചിരുന്നു. ആ സമയത്ത് അതിൻ്റെ പരിഭാഷ നമ്മുടെ കെ ഖാദർ ഫൈസി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. IUB ബുക്കേഴ്സ് അത് അച്ചടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇങ്ങനെ നമ്മുടെ ഭാവന, നമ്മുടെ ചിന്ത, നമ്മുടെ അനുഭവ മേഖല എല്ലാം വികസ്വരമാവാൻ വായന വേണം. അതിന് എൻ്റെ കണക്കിന് ഒരു തരത്തിലുള്ള നിരോധനം അതിന് പാടില്ല. ദൈവം ഇല്ല എന്ന് പറയുന്നൊരു കഥ, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നൊരു കഥ, ദൈവം 3 എന്ന് പറയുന്ന കഥ, ദൈവം 33 കോടിയാണ് എന്ന് പറയുന്ന കഥ, ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുന്നു പറയുന്ന കഥ, അങ്ങനെയൊക്കെ വായിക്കാമെന്നേ. ഇതൊക്കെ കാരണം ഇതൊക്കെ വായിക്കുന്നത് കൊണ്ട്, കവിത വായിക്കുന്നത് കൊണ്ട്, സംഗീതം കേൾക്കുന്നതുകൊണ്ട്, നൃത്തം കാണുന്നതുകൊണ്ട്, നൃത്തം ചെയ്യുന്നത് കൊണ്ട്, ഒപ്പന കാണുന്നത് കൊണ്ട് ഒക്കെ എന്തെങ്കിലും തരത്തിൽ മനുഷ്യൻ ചീത്തയാവും എന്ന് വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ വിചാരമേ ഇല്ല. കാരണം വകതിരിവുള്ള ആളുകളാണ് നമ്മൾ, വകതിരിവുണ്ടാവേണ്ട ആളുകളാണ്. അവ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കരുത്, അല്ലെങ്കിൽ ഒരു കഥ വായിക്കരുത്, അല്ലെങ്കിൽ പാട്ട് കേൾക്കരുത്, അല്ലെങ്കിൽ നൃത്തം ചെയ്യരുത് എന്ന് പറഞ്ഞ് മനുഷ്യനെ വിലക്കുന്നത് മനുഷ്യൻ്റെ ജന്മസിദ്ധമായ കലാവാസനകൾക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. ഇപ്പോൾ എല്ലാ കഥകളും, എല്ലാ നോവലുകളും തൗഹീദ് എന്ന ഒരു ആശയം പറയാനാണെങ്കിൽ മനുഷ്യന് വായിക്കാൻ പറ്റുമോ? അത് മനുഷ്യന് വായിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ബോറടിക്കും. ആവർത്തിച്ച് ഒന്ന് എൻ്റെ പറഞ്ഞാൽ മനുഷ്യന് ബോറടിക്കും. അപ്പോൾ അതിനെ വിമർശിക്കുന്നതും അതിനെ പരിഹസിക്കുന്നതും അതിന് വ്യത്യാസമായതും ഒക്കെ വായിക്കണം. അത് അത്തരത്തിലുള്ളൊരു പുസ്തകം വായിച്ചാൽ തീർന്നു പോകുന്നതാണ് നിങ്ങളുടെ ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതിനെന്തിനാ കൊള്ളത്? ഒരു നോവൽ വരുന്നു, ഒരു സിനിമ വരുന്നു, ഒരു കാർട്ടൂൺ വരുന്നു. ഇതിന് നമ്മൾ ഇങ്ങനെ ഹാലളകി തുള്ളേണ്ട കാര്യം എന്താണ് എന്ന് കലാരൂപങ്ങളോട്, പ്രത്യേകിച്ച് സാഹിത്യരൂപങ്ങളോട് ഉള്ള മനോഭാവത്തിൽ ആലോചിക്കണം. ഇപ്പോൾ സൽമാൻ റഷ്ദി ഒരു പുസ്തകം എഴുതുന്നു. എന്താണത്? പൈശാചിക പദ്യങ്ങൾ, ദ സാത്താനിക് വേഴ്സസ്. അതിൽ മുഹമ്മദിനെ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന ഭാഗം ഉണ്ടാവും. അതിന് മറുപടി പറഞ്ഞാൽ മതി. അത് വായിക്കാതിരിക്കുക, നിരോധിക്കുകയൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ ഖുർആൻ ഒരു വിമർശന പഠനം
എന്നുള്ള പുസ്തകം 40 കൊല്ലം മുമ്പാ വന്നപ്പോൾ അത് നിരോധിക്കണം, ഇടമറുകിൻ്റെ പുസ്തകം നിരോധിക്കുന്നുണ്ട്. അന്ന് മന്ത്രിയായ CH-നെ ആൾക്കാർ ചെന്ന് കണ്ടു. CH പറഞ്ഞാൽ പരിപാടിയില്ല. നിങ്ങൾക്ക് ആ പുസ്തകത്തിന് എതിരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ലേഖനം എഴുതാം, അല്ലെങ്കിൽ വേറൊരു പുസ്തകം തന്നെ എഴുതാം. അല്ല, നിങ്ങൾ ജാഥ നടത്തിക്കോളൂ, അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തി പ്രതിഷേധിച്ചോളൂ, ജനാധിപത്യ രീതിയിലേ പാടുള്ളൂ, അല്ല പുസ്തകം നിരോധിക്കില്ല എന്ന് പറഞ്ഞു. അതിൽ അക്കാലത്ത് തന്നെ ഭഗവാൻ കാലുമാറുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു. അത് നിരോധിക്കുമെന്ന് പറഞ്ഞിട്ട് സംഘപരിവാറുകാർ വന്നു, നിരോധിച്ചില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയ നാടകമായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും സാഹിത്യമാണെങ്കിലും സംഗീതമാണെങ്കിലും ഒക്കെ മനുഷ്യാത്മാവിൻ്റെ പല തരത്തിലുള്ള ചോദനകളുടെ ആവിഷ്കാരമാണത്. ഞാൻ ആ ആവിഷ്കാരത്തെ ബഹുമാനിക്കാനും അതിനെ അംഗീകരിക്കാനും അത് രസിക്കാനുമുള്ള ഒരു പ്രാപ്തി ഉണ്ടാവണം. അതിൽ വളരെ പ്രധാനമാണ് പുസ്തകങ്ങൾ. ഇപ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് പലപ്പോഴും നമുക്ക് ഒരിക്കലും മറ്റ് സ്ഥലങ്ങളിൽ കിട്ടാത്ത മൂല്യങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. മുഹമ്മദ് നബിയുടെ ഒരു വചനമാണ്, ധാരാളം മതപ്രസംഗന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരു വചനമാണ്, സ്നേഹമില്ലാത്തവന് മതവിശ്വാസമില്ല. എങ്ങനെ? സ്നേഹം ഇല്ലാത്തവന് മതവിശ്വാസമില്ല. ഇതുപോലെ ഖുർആനിൽ ഞാൻ വായിച്ചൊരു വാക്യമാണ്, ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിപ്പിൻ, അത് നിങ്ങളുടെ സ്വന്തക്കാർക്കോ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെയോ എതിരായിരുന്നാലും. ഞാൻ ഒന്നുകൂടി പറയാം, ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിപ്പിൻ, അത് നിങ്ങളുടെ സ്വന്തക്കാർക്കോ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെയോ എതിരായിരുന്നാലും. ഈ ഖുർആൻ വചനം മുഹമ്മദ് അബ്ദുറഹിമാൻ അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ അൽ അമീൻ എന്ന പേരിൻ്റെ ചുവടെ അച്ചടിച്ചിരുന്നു. അതിൻ്റെ അടിയിൽ വിശുദ്ധ ഖുർആൻ എഴുതിയിരുന്നു. കണ്ടോ? സത്യമാണ് പ്രശ്നം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ പുസ്തകമാണ് എന്ന് അബ്ദുറഹിമാൻ്റെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഒരു പഴങ്കഥ പറയാം, അത് പറഞ്ഞ് എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. മദീനയിലെ മിമ്പറിൽ നിന്ന് ഖുതുബ നടത്തുകയാണ് 2ാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ്. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ജാഹിലിയ കാലത്തെ സാഹിത്യം മുറുകെ പിടിക്കുക, ജാഹിലിയ കാലത്തെ സാഹിത്യം മുറുകെ പിടിക്കുക, ജാഹിലിയ കാലത്തെ സാഹിത്യം മുറുകെ പിടിക്കുക. അത് അവിടെ ഇരുന്നു. ആ സദസ്സ് മുഴുവൻ സ്തബ്ധരായി. അപ്പോൾ ഒരാൾ എണീറ്റു. അവർ ചോദ്യം ചോദിക്കും എന്ന് നിങ്ങൾക്കറിയാലോ. യാ ഉമർ, അല്ലയോ ഉമർ, നീ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഉമർ ഖത്താബ് എണീറ്റിട്ട് വളരെ ശാന്തരായിട്ട് പറഞ്ഞു, ആ ജാഹിലിയ കാലത്തെ സാഹിത്യം കൈവശമുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഖുർആൻ നന്നായി മനസ്സിലാവുകയുള്ളൂ എന്ന്. ഭാഷ എന്താണ്, സാഹിത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്ന ഒരാളാണ് 2ാം ഖലീഫ ഉമർ എന്ന്. വായനയും ജീവിതവും എന്നുള്ള ഈ ചർച്ചാ പ്രമേയത്തിൻ്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. കലാരൂപങ്ങളോടുള്ള നിഷേധാത്മകമായ നിലപാട് ആർക്കുണ്ടെങ്കിലും അതിനെ എതിർക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം വായനയുടെ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ കാരശ്ശേരി മാഷുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തിനു വായിക്കണം എന്ന ചോദ്യത്തിന് മാഷ് പറയുന്നത് വളരാൻ വേണ്ടിയാണ് വായിക്കുന്നത് എന്നാണ്. നമ്മുടെ ഭാവനയും നമ്മുടെ ചിന്തയും ഒക്കെ വളരാൻ വായിക്കണം. ഭാവനയും ചിന്തയും ഒക്കെയാണ് മനുഷ്യരെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. വായനയെ സാഹിത്യത്തെ വായിക്കുന്നതിലേക്ക് മാത്രമായി ചുരുക്കുമ്പോൾ ഒരു പ്രശ്നവും അതിനുള്ളിലുണ്ട്. അറിവ് പകരാൻ വേണ്ടി നിർമ്മിക്കുന്ന സാഹിത്യങ്ങളുമുണ്ട്, ആസ്വാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന സാഹിത്യങ്ങളുമുണ്ട്. ഈ വേർതിരിവ് മനസ്സിലാക്കിക്കൊണ്ട് സാഹിത്യത്തെ സ്വീകരിക്കാൻ ഒരു സമൂഹത്തിന് സാഹിത്യമായ ഒരു സാക്ഷരത ഇല്ലെങ്കിൽ ആ സാഹിത്യങ്ങൾ അവരുടെ ഇടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ആസ്വാദനത്തിന് വേണ്ടിയുള്ള സാഹിത്യങ്ങളെ അറിവിൻ്റെ സാഹിത്യങ്ങളായി സ്വീകരിക്കുക എന്ന തെറ്റിദ്ധാരണ. ഇത് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ദൈവങ്ങളെക്കുറിച്ച് മോശമായ രീതിയിലുള്ള അവതരണങ്ങൾ നടത്തുന്ന സാഹിത്യങ്ങളെ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സോക്രട്ടീസിനെ പ്ലേറ്റോ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കിൽ പരിചയപ്പെടുത്തുന്നുണ്ട്.
അതേപോലെ തന്നെ സാഹിത്യം എന്ന ഒരു കലാസൃഷ്ടിയെ, ആസ്വാദനത്തിന് വേണ്ടി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു കലാസൃഷ്ടിയെ ദൈവവചനമായി തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ സമൂഹത്തെ നമുക്ക് സാഹിത്യത്തെ ആസ്വദിക്കാനുള്ള സാക്ഷരതയില്ലാത്ത സമൂഹമായിട്ടേ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. അവിടെ ഒരു വേള പരിഗണിക്കേണ്ട ഒരു പരിഹാരം എന്നത് സാഹിത്യത്തെ തൽക്കാലം, അത്തരം സാഹിത്യങ്ങളെ തൽക്കാലം നിരോധിക്കുക എന്നത് തന്നെയായിരിക്കും. എന്തായാലും മുഹിയുദ്ദീൻ മാല പോലുള്ള സാഹിത്യകൃതികൾ ചരിത്രത്തിൽ ഏത് രീതിയിലാണ് സ്വീകരിക്കപ്പെട്ടിരുന്നത് എന്നുള്ളത് കൂടുതൽ വായിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും തന്നെയാണ്. നിരോധനങ്ങളില്ലാത്ത വായനയുടെ, സ്വതന്ത്രമായ വായനയുടെ ലോകം നമുക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ടാണ് കാരശ്ശേരി മാഷ് അവസാനിപ്പിച്ചത്. ഇനി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ NM ഹുസൈനാണ്. വിദ്യാഭ്യാസ മേഖലയിലും ഗവേഷണ മാർഗദർശക മേഖലകളിലുമെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള NM ഹുസൈൻ, അതിനേക്കാളേറെ നമുക്ക് പരിചയം ഉള്ളത് ഇസ്ലാമും യുക്തിവാദവും ആയിട്ടുള്ള മേഖലകളിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ്. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഗോഡ് ഡെലൂഷൻ എന്ന ബുക്കിന് അദ്ദേഹം എഴുതിയ വിമർശന കൃതിയായ ഡോക്കിൻസ് ആരാധകരുടെ വിഭ്രാന്തികൾ എന്ന ഗ്രന്ഥം, അതുപോലെ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ, ഇറാഖ് അധിനിവേശത്തിൻ്റെ രാഷ്ട്രീയം എന്ന ഗ്രന്ഥം, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൂടെയെല്ലാം കേരളത്തിൽ ശ്രദ്ധേയനായിട്ടുള്ള എഴുത്തുകാരനാണ് ബഹുമാന്യനായ NM ഹുസൈൻ. എഴുത്തും വായനയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ദിനചര്യ തന്നെയാണ്. നമുക്ക് NM ഹുസൈൻ്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. യുവത ലിറ്റററി ഫെസ്റ്റിൽ തിരഞ്ഞെടുത്ത ഈ വിഷയം ജീവിതവും വായനയും വളരെ ഹൃദ്യമായി തോന്നി. വായന എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വായനക്കാർ എന്നൊരു വിഭാഗത്തെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്, എഴുത്തുകാർ എന്നൊരു വിഭാഗത്തെയും കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഒരു പരിധിക്കപ്പുറം നിലനിൽക്കുന്ന ഒരു വേർതിരിവല്ല. കാരണം ഒരാൾ എഴുതണമെങ്കിൽ അയാൾ ധാരാളമായി വായിക്കേണ്ടതുണ്ട്. അതുപോലെ പലപ്പോഴും വായനക്കാർ, നന്നായി വായിക്കുന്ന വായനക്കാർക്ക് പലപ്പോഴും എഴുതാൻ തോന്നാറുമുണ്ട്. എഴുതാൻ ആ സ്കില്ലുണ്ടെങ്കിൽ അവർക്കത് ഒരു എഴുത്തുകാരനാകുക എന്നുള്ളതും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് പരസ്പരം ബന്ധപ്പെട്ട, പരസ്പരം സഹായിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ വായനക്കാരും എഴുത്തുകാരും. പിന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ധാരാളമായി വായിക്കാനും അല്ലെങ്കിൽ വായനയിലുള്ള താല്പര്യം നിലനിർത്താനും ജീവിത സാഹചര്യങ്ങൾ വളരെ അനുകൂലമായിരിക്കണം. എല്ലാത്തരം സാഹചര്യങ്ങളിലും ഒരുപക്ഷെ എല്ലാവർക്കും വായിക്കാൻ സാധിക്കണമെന്നില്ല. വായനയിൽ പണ്ടേ അഭിരുചിയുള്ള, നേരത്തെ തന്നെ ധാരാളം വായിച്ചിട്ടുള്ള, വായിക്കാൻ താല്പര്യമുള്ള പലരുടെയും വായന പിൽക്കാല ജീവിതത്തിൽ നിന്നുപോയതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ജീവിത സാഹചര്യങ്ങൾ, പലപ്പോഴും കുടുംബത്തിൻ്റെ ഭാരം, അതുപോലെ തന്നെ നല്ല ബുക്കുകൾ ലഭ്യമല്ലാത്ത അവസ്ഥ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും ഈ വായന നിന്നുപോയതായി കാണാൻ സാധിക്കും. എഴുത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ എഴുതിയിരുന്ന പല കുട്ടികളും പല കാരണങ്ങളാൽ എഴുതുന്നതിൽ നിന്ന് പിന്നോക്കം പോയതായി കാണാൻ പറ്റും. ഇപ്പം ചിലർ ചില പ്രൊഫഷണൽ മേഖലകളിലേക്ക് പോകുന്നു. അപ്പോൾ തിരക്ക് കൊണ്ട് അവർക്ക് എഴുതാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു ഡോക്ടറുടെ കാര്യം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുടെ കാര്യമോ ഒരു മാനേജറുടെ കാര്യമോ എടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അവർക്ക് അതിനുള്ള സ്കില്ലുണ്ടാവും എഴുതാനുള്ള. പക്ഷേ എഴുതുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഒഴിഞ്ഞിരുന്ന് റിലാക്സ്ഡ് ആയി ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഈ വളരെ ലിറ്റററി പ്രത്യേകതകളുള്ള ഇപ്പോൾ കഥ, കവിത, നോവൽ ഇതുപോലുള്ള മേഖലകളിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള അന്തരീക്ഷം പലപ്പോഴും എഴുത്തിന് ആവശ്യമാണ്. ഒരിക്കൽ എഴുതിയാൽ പോരാ. ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള പല എഴുത്തുകാരും, ഇപ്പോൾ കൊച്ചുബാവ അടക്കമുള്ള ആളുകൾ, ഞങ്ങൾ ഇതിനെപ്പറ്റി ധാരാളം സംസാരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു നോവലോ കഥയോ 15 or 20 പ്രാവശ്യം റീറൈറ്റ് ചെയ്യും എന്നാണ്. കാരണം ഒരിക്കൽ ഒരാൾ എഴുതി കഴിഞ്ഞാൽ അത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അത് വായിച്ചു നോക്കുമ്പോൾ വീണ്ടും അതിൽ കുറച്ചുകൂടി
പെർഫെക്റ്റ് ആക്കാൻ നോക്കും. ഈ പെർഫെക്ഷൻ എന്നുള്ളത് ഒരു എൻഡുള്ള കാര്യമല്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എപ്പോൾ വായിച്ചു നോക്കിയാലും ഒരു എഴുത്തുകാരന് അത് കൂടുതൽ കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ തോന്നും. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റഡ് ആയി ഇത് വായിക്കുകയും കൂടുതൽ നന്നായി മോഡിഫൈ ചെയ്യുകയും അത് പ്യൂരിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വളരെ ആവശ്യമാണ്. ഇതാണ് ജീവിതവുമായി ഈ വായനക്കും എഴുത്തിനുമുള്ള വളരെ പ്രധാനപ്പെട്ട ബന്ധം. അപ്പോൾ ഈ പ്രൊഫഷണലായ കാരണങ്ങളാൽ തിരക്കുകൊണ്ട്, ജോലി തിരക്കുകളാൽ, പ്രാക്ടീസ് കൊണ്ട് ഡോക്ടർമാരും അതുപോലെ തന്നെ മാനേജർമാരും ഒക്കെയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഈ സ്കില്ലുണ്ടെങ്കിൽ പോലും അവർക്ക് പലപ്പോഴും അവരുടെ ആത്മ പ്രകാശനങ്ങൾക്ക് സാധ്യത ലഭിക്കാതെ പോകുന്നു. അതാണ് ഒരു വിഭാഗം. മറ്റൊരു വശത്ത് ജീവിത സാഹചര്യങ്ങൾ, വളരെയധികം ഭാരം, കുടുംബ ഭാരം, അതുപോലെ തന്നെ വേണ്ടത്ര വരുമാനമില്ലായ്ക, ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങളാൽ പലപ്പോഴും കഴിവുള്ളവർ തന്നെ ഇൻബോണായി എഴുതാനുള്ള കഴിവും ടേസ്റ്റും ഒക്കെയുള്ള ആളുകൾക്കും പലപ്പോഴും എഴുതാൻ സാധിക്കാറില്ല. അപ്പൊ ഇത് ജീവിതവുമായി വളരെയധികം ബന്ധമുള്ള ഒരു കാര്യമാണ് ഈ എഴുത്തും വായനയും. ഇന്നത്തെ പ്രസാധന രംഗത്ത് ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് നാം ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അപ്പൊ ഇന്ന് ഒരു നോളജ് എക്സ്പ്ലോഷന്റെ ഒരു കാലമാണ്, എല്ലാവർക്കും അറിയാം. ഇന്ന് പ്രധാനമായും എഴുത്തിന് ഏറ്റവും സഹായകമായ ഒരു സാഹചര്യമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ടെക്നോളജിയുടെ വികാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ സ്പീഡുള്ള കാറുകൾ ഉണ്ടാകുന്നു, വളരെ സ്പീഡുള്ള ഫ്ലൈറ്റ് യാത്ര സാധ്യമാകുന്നു. അതുകൊണ്ട് 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ ദുബായിലോ അല്ലെങ്കിൽ അതുപോലുള്ള അത്രയും ഡിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നു. ഇതേപോലെ തന്നെ എഴുത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും അതിൽ ലീഡ് ചെയ്യുന്നത് ഗൂഗിൾ പോലുള്ള വലിയ കോർപ്പറേഷൻസ് ആണ്. ഇപ്പൊ ഗൂഗിൾ എഴുത്ത് നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുത്തിനെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എഴുത്തിന്റെ രീതി എന്ന് പറയുന്നത്, നമ്മൾ പേപ്പർ എടുക്കുന്നു. ഒരു എഴുത്തുകാരനാണെങ്കിൽ അദ്ദേഹം ഒരു പേപ്പർ എടുക്കുന്നു, പേന എടുക്കുന്നു, അതിൽ എഴുതുന്നു, പിന്നെ വീണ്ടും വായിക്കുന്നു, അപ്പോൾ അത് വെട്ടി ഒന്നുകൂടി കറക്റ്റ് ചെയ്യാൻ തോന്നുന്നു, അപ്പോൾ അടുത്ത പേപ്പർ എടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫെയർ കോപ്പി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ഏകദേശം ഭംഗിയായി എന്ന് മനസ്സിലാകുമ്പോൾ ഒരു ഫെയർ കോപ്പി ആയിട്ട് അതിലേക്ക് എഴുതുന്നു. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ ഈ മാനുസ്ക്രിപ്റ്റ് എന്ന് സാധാരണ പറയുന്നത്, കയ്യെഴുത്ത് കോപ്പി. ഈ കയ്യെഴുത്ത് കോപ്പിയാണ് പലപ്പോഴും പ്രസാധകന്മാർക്ക് അയക്കുന്നത്. ഈ കയ്യെഴുത്ത് കോപ്പി അവർ പരിശോധിച്ച ശേഷം അവരത് ടൈപ്പ് ചെയ്യുന്നു. ഈ ടൈപ്പ് ചെയ്യുന്നു. ഇതിനൊക്കെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ സമയമാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു പ്രസാധകര് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ മിനിമം 2 കൊല്ലമെങ്കിലും എടുക്കും. കാരണം ധാരാളം എഴുത്തുകാർ പല ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് മാനുസ്ക്രിപ്റ്റ് അയച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ മിനിമം 2 കൊല്ലം എടുക്കും. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഈ ഗൂഗിൾ എഴുത്ത് ഡെവലപ്പ് ചെയ്ത് വന്നതോടുകൂടി, അതിനെ ശരിക്കും പറയുന്നത് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്, അങ്ങനെ ഒരു പുതിയ ഏരിയ തന്നെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടറും അല്ലെങ്കിൽ മാത്തമാറ്റിക്സും ലാംഗ്വേജും കൂടി പരസ്പരം സഹകരിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തു വന്ന ഒരു പുതിയ ഡിസിപ്ലിനാണ്, ഒരു പുതിയ ഏരിയ ഓഫ് സ്റ്റഡിയാണ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ ആ മേഖലയിൽ ഗൂഗിൾ എഴുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരു പ്രോസസ്സും യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കൈയെഴുത്ത് പ്രസാധകർക്ക് അയക്കുന്നു, പ്രസാധകർ അത് പ്രോസസ്സ് ചെയ്യുന്നു, അത് ടൈപ്പ് ചെയ്യുന്നു, അത് കമ്പോസ് ചെയ്ത സോഫ്റ്റ് കോപ്പി പ്രൂഫ് റീഡിങ് നടത്തുന്നു. പ്രൂഫ് റീഡിങ് കഴിഞ്ഞതിന് ശേഷമാണ് പേജ് സെറ്റിങ്ങിലേക്ക് പോകുന്നത്. ഈ പ്രോസസ്സുകളൊന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത വിധം ഒരു എഴുത്തുകാരന് ഗൂഗിൾ എഴുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെക്സ്റ്റ് ഇന്ന് റെഡിയാക്കാൻ സാധിക്കും. അത് എഴുതുക പോലും വേണ്ട, നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് വോയിസ് ആയി കൊടുത്താൽ ഗൂഗിൾ ടെക്സ്റ്റ് ആക്കി മാറ്റും. അപ്പോൾ ആകെ പേജ് ലേഔട്ടിങ് മാത്രമാണ് ഒരു ഓതർക്കും അതിനിടയിൽ പിന്നെ വരുന്നത്. പിന്നെ പ്രിന്റിങ്ങിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ രൂപത്തിൽ പ്രിന്റ് റെഡി കോപ്പിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ രൂപത്തിൽ ടെക്നോളജിയുടെ വികാസം ഇന്ന് എഴുത്തിനെ വളരെയധികം എളുപ്പമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. അത് എത്രത്തോളം എഴുത്തുകാർക്ക് ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, അത്തരം ഒരു ടെക്നോളജിയെ പറ്റി അറിയാവുന്ന, യൂസ് ചെയ്ത് പരിചയം വന്നിട്ടുള്ള ആളുകൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ അത് ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു വിപ്ലവമുണ്ട്. അപ്പൊ ടെക്നോളജി രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എഴുത്തിനെ
വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് വായനയെ. ഇപ്പോൾ വായന എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകാലങ്ങളിൽ ഒരു കാര്യത്തിൽ ഒരു വിഷയത്തെപ്പറ്റി പഠിക്കണമെങ്കിൽ ആകെ 2 മാർഗങ്ങളുള്ളൂ. ഒന്ന്, നമ്മളുടെ ഏതെങ്കിലും അധ്യാപകരോട് ചോദിക്കാം. ഈ വിഷയത്തിൽ കൂടുതൽ വിവരമുള്ള ഒരു അധ്യാപകനെ കണ്ട്, ഒരു ഗുരുവിനെ കണ്ട് ചോദിക്കാം, ഈ വിഷയത്തിൽ എന്താണ് ശരിയായിട്ടുള്ളൊരു വിവരം എന്നുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. രണ്ടാമതുള്ളത്, അങ്ങനെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ പിന്നെയുള്ളത് നമ്മളുടെ അടുത്തുള്ള ഏതെങ്കിലും ലൈബ്രറികളിൽ പോയി ബുക്കുകൾ റെഫർ ചെയ്യുക. ഇത് മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ലോകമെമ്പാടുമുള്ള ലൈബ്രറികളിലേക്ക് ഒരു വായനക്കാരന് ആക്സസ് ഉണ്ട്. അതിൽ മില്യൺസ് ഓഫ് ബുക്സ് സ്റ്റോർ ചെയ്തിട്ടുള്ള, ഫ്രീ ആയി പോലും ആക്സസ് ഉള്ള, വായിക്കാവുന്ന ലൈബ്രറികൾ ഇന്ന് ലഭ്യമാണ്. അത് മാത്രമല്ല, പലപ്പോഴും വളരെ പുരാതനമായ രേഖകൾ പോലും, ഇപ്പൊ പഴയ ഗ്രീക്ക് കൃതികൾ, പഴയ അറബിക് മാനുസ്ക്രിപ്റ്റുകൾ, പഴയ ഇംഗ്ലീഷ്, ലാറ്റിനിലുള്ള കൃതികൾ അടക്കം, ഏറ്റവും പുതിയത് വളരെ എളുപ്പത്തിൽ കിട്ടും. പഴയതടക്കം ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് ഇന്നൊരു വായനക്കാരന് ലഭ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അയാൾക്ക് അവൈലബിൾ ആയ റീസോഴ്സിന്റെ ഒരു വ്യാപ്തം, വലിപ്പം എന്ന് പറയുന്നത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ്. ഇപ്പൊ നെറ്റിൽ നമ്മൾ വേൾഡ് വൈഡ് വെബിൽ ഓരോ സെക്കൻഡിലും അപ്ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും സാധ്യമല്ല. അത്രമാത്രം അത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള വലിയ റീസോഴ്സുകൾ ഇന്ന് ഈ പുതിയ ജനറേഷനിലെ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ആണ്. മുമ്പ് അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച്, ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ചായിരുന്നു നമ്മൾ സെർച്ച് ചെയ്യുകയും വായിക്കുകയൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. ഇന്ന് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അപ്രസക്തമായി തീർന്നിരിക്കുന്നു. വലിയ ആനിമേഷൻ പ്രോഗ്രാംസിനൊക്കെ അത് ഉപയോഗിക്കാമെന്നല്ലാതെ മൊബൈൽ തന്നെ ഏകദേശം അതിന് കേപ്പബിളായ വിധത്തിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മൊബൈൽ ഉപയോഗിച്ച് ഇത്തരം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു നോളജ് എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനമായും വരുന്നത്, ഇത്തരം കാര്യങ്ങളിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായും ഇന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനം മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, ചില ദോഷവശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഇൻഫർമേഷൻ ഓവർലോഡ് എന്നാണ് അതിനെപ്പറ്റി പറയാം. നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ഈ ഓഷ്യൻ ഓഫ് നോളജിൽ നിന്നും, ഒരു വലിയ സാഗരത്തിൽ മീൻ പിടിക്കാൻ ചാടിയാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. ഒരാള് കടലിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയാൽ കടലിൽ 10,000 തരം മത്സ്യങ്ങളാണുള്ളത്. ഇപ്പൊ ഏതിനെ പിടിക്കണം, എവിടെ നിന്ന് പിടിക്കണം, ഏത് മത്സ്യമാണ് കൂടുതൽ ആവശ്യമുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഈ എഴുത്തുകാരനെയും വായനക്കാരനെയും സംബന്ധിച്ച് ഉണ്ടാവും. ഒരാൾക്ക് ആവശ്യമുള്ള, ആ സന്ദർഭത്തിൽ ആവശ്യമുള്ള ആ നീഡ് അനുസരിച്ച് ഇൻഫർമേഷൻ വേൾഡ് വൈഡ് വെബിൽ നിന്നും കളക്ട് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇൻഫർമേഷൻ ഓവർലോഡ്. അപ്പോൾ ഈ മേഖലയിലാണ് ഇപ്പോൾ നോളജ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ച് വന്നിട്ടുള്ളത്. ആ നോളജ് മാനേജ്മെന്റിൻ്റെതായ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വായനക്കാരെയും എഴുത്തുകാരെയും സഹായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഇൻഫർമേഷൻ എക്സ്പ്ലോഷനെ ഒരു വായനക്കാരനും എഴുത്തുകാരനും സ്വീകരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതാണ് മറ്റൊരു ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു വലിയ വ്യത്യാസം. ഇനി രണ്ടാമതായിട്ട് പബ്ലിഷേഴ്സിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ, ഈ എല്ലാ പബ്ലിഷേഴ്സും ഏറെക്കുറെ കേരളത്തിലുള്ളത് വലിയൊരു പരിധി വരെ ഒരു ഓൾഡ് ജനറേഷൻ പബ്ലിഷേഴ്സ് ആണ്. പക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു നോളജ് എക്സ്പ്ലോഷനോട് ഒത്തുപോകാൻ പറ്റുന്ന വിധത്തിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡുള്ള വർക്കുകൾ പബ്ലിഷ് ചെയ്യാൻ ഇതിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സംശയമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ തന്നെ കുട്ടികൾ ഇന്ന് വളരെ എക്സ്പേർട്ടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെ ഒരു ഡിഗ്രി എടുത്ത് അല്ലെങ്കിൽ ഒരു PG എടുത്ത് എന്തെങ്കിലും ജോലിക്ക് പോകുന്ന സ്ഥിതിയല്ല എന്നുള്ളത്. PG കഴിഞ്ഞാൽ ഉടനെ അവർ PhD എടുക്കുന്നു, അല്ലെങ്കിൽ റിസർച്ചിലേക്ക് പോകുന്നു. അപ്പോൾ റിസർച്ച്, PhD എന്നെല്ലാം പറയുമ്പോൾ ഒരു ചെറിയ സിംഗിൾ മൈക്രോസ്കോപ്പിക് ടോപ്പിക്കിൽ അവർ വളരെ 2-3, ചിലപ്പോൾ ചിലർ 8 വർഷം വരെയോ ഒക്കെ റിസർച്ച് ചെയ്തുകൊണ്ടാണ് തീസിസുകൾ തയ്യാറാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു പുതിയ ജനറേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്കിൽ, ഇപ്പൊ ജെൻഡർ ജസ്റ്റിസ് ഒരു ടോപ്പിക്കാണ്, ചിലപ്പോൾ ഹിസ്റ്ററി ഒരു ടോപ്പിക്കാണ്, പൊളിറ്റിക്കൽ സയൻസ് ഒരു ടോപ്പിക്കാണ്. അങ്ങനെ ഏത് വിഷയത്തിലും ഈ രൂപത്തിലുള്ള സ്പെഷ്യലൈസേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് ഈ പഴയ ജനറേഷൻ എഴുത്തുകാർ
അത്ര ഹോംവർക്ക് ചെയ്യാതെ, അത്ര റിസർച്ച് ചെയ്യാതെ, വേണ്ടത്ര ടൈം എടുത്തൊരു വിഷയം പഠിക്കാതെ എന്ത് തയ്യാറാക്കി കൊടുത്താലും പബ്ലിഷ് ചെയ്യുന്ന ഒരു സ്ഥിതിക്ക് വലിയ ചാലഞ്ച് നേരിടേണ്ടി വരും. നമ്മുടെ തന്നെ വീട്ടിലുള്ള പല എഴുത്തുകാരുടെയും വീട്ടിലുള്ള പുതിയ സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള കുട്ടികൾ ആ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അവിടെ താഴെ വെക്കും. കാരണം ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് തന്നെ അതിന് എത്ര സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പാരഗ്രാഫ് വായിച്ചാൽ മതി. നമ്മൾ അരിയുടെയൊക്കെ വേവ് നോക്കുന്നത് പോലെയാണ്. കലത്തിൽ മുഴുവൻ അരി വെന്തോന്ന് അറിയാൻ ഓരോ അരി എടുത്ത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. 2 3 അരി എടുത്ത് പരിശോധിച്ചാൽ മതി. ഇതേപോലെ തന്നെ ഒരു പുസ്തകത്തിലെ ഏതാനും വരികൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര സ്റ്റാൻഡേർഡ് ഉള്ളതാണ്, എത്ര ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഉള്ളതാണ് എന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ പല എഴുത്തുകാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല പബ്ലിഷേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകം വളരെ മാറിയിരിക്കുന്നു. അതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് പോയിരിക്കുന്നു. എല്ലാവർക്കും നല്ല ആക്സസ് ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എന്തും ചെക്ക് ചെയ്യാനും ഫാക്ച്വൽ ആയ അബദ്ധങ്ങൾ കണ്ടുപിടിക്കാനും പറ്റുന്ന ടൂളുകൾ ഓരോരുത്തരുടെയും വിരൽ തുമ്പുകളിൽ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് കുറെ കൂടി ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ എഴുതാൻ എഴുത്തുകാരും അതുപോലെ തന്നെ ഗ്ലോബൽ സ്റ്റാൻഡേർഡുള്ള കൃതികൾ പബ്ലിഷ് ചെയ്യാൻ പ്രസാധകരും ശ്രമിച്ചില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എത്ര കാലം ഈ പഴയ ജനറേഷൻ ടൈപ്പ് പുസ്തകങ്ങളുമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന കാര്യത്തിൽ വളരെ സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രസാധകർ എന്ന നിലക്ക് എല്ലാവരും ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡുള്ള സാധനങ്ങൾ പ്രസിദ്ധീകരിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു വശം എന്ന് പറയുന്നത് എഴുത്തുകാരും പ്രസാധകരും തമ്മിലുള്ള ഒരു ബന്ധമാണ്. യഥാർത്ഥത്തിൽ അത് എഴുത്തുകാരുടെ ജീവിതവുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ നമുക്കറിയാം, എൻ്റെ ഒരു ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ 10% സാധാരണഗതിയിൽ പബ്ലിഷേഴ്സ് എഴുത്തുകാർക്ക് കൊടുക്കുന്ന റോയൽറ്റി. ഇത് ഒരു 25 വർഷം മുമ്പ് അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഒരു മാനുവൽ വർക്കർക്ക് പോലും മുമ്പുണ്ടായിരുന്നതിന്റെ എത്രയോ ഇരട്ടി റെമ്യൂണറേഷൻ, 1000-നടുത്തേക്ക് ഡെയിലി കൂലി വന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷെ പ്രസാധകർ എഴുത്തുകാർക്ക് ഇപ്പോഴും കൊടുക്കുന്നത് പഴയ 25 കൊല്ലം മുമ്പുള്ള 10% ആണ്. യഥാർത്ഥത്തിൽ അതാണ് ഇന്ന് ക്വാളിറ്റിയുള്ള എഴുത്തുകൾ വരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒരാള് ധാരാളം സമയം ചെലവാക്കി റിസർച്ച് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വർക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ധാരാളം എഫേർട്ടും അതുപോലെ തന്നെ ധാരാളം എക്സ്പെൻസും വേണ്ടി വരും. അപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിൽ ഫണ്ട് ചെയ്തുകൊണ്ട് പ്രോജക്റ്റുകൾ പ്രിപ്പയർ ചെയ്യുക, ഫണ്ട് ചെയ്തുകൊണ്ട് പുസ്തകങ്ങൾ തയ്യാറാക്കുക, റിസർച്ച് ക്വാളിറ്റിയുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കുക, അതിന് സപ്പോർട്ട് ചെയ്യുന്ന വിധം ഇന്ന് പ്രസാധകർ വളരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വളർന്നില്ലെങ്കിൽ പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ചാലഞ്ചായിട്ട് മാറും. ഇത് മാത്രമല്ല, ഇന്ന് നിങ്ങൾക്കറിയാം, വായനക്കാർ എന്നുള്ള നിലക്ക്, വളരെ എൻലൈറ്റൻഡ് ആയ വായനക്കാർ എന്നുള്ള നിലക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ആമസോൺ പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. കിൻഡൽ ഡയറക്റ്റ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഓതർക്കും സ്വന്തമായി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാം. ഇപ്പൊ ഇന്ന് നമ്മുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രസാധകർ 2 വർഷം എടുക്കുമെങ്കിൽ ഒരു ഓതർക്ക് 10 മണിക്കൂർ കൊണ്ട് ആമസോണിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഒരു ട്രഡീഷണൽ രീതിയിൽ പബ്ലിഷ് ചെയ്യുന്ന ആളുകൾ ഇതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നത് അവർ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്രയും ദീർഘമായ സമയം എടുത്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്ന സിസ്റ്റം എന്നോ കാലഹരണപ്പെട്ടിരിക്കുന്നു. അതിന് പകരമായി വളരെ ക്വിക്കായി പബ്ലിഷ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഈ പബ്ലിഷേഴ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് ഇന്നത്തെ ഒരു ജീവിതം, ഇക്കാലഘട്ടത്തിലെ ഒരു ജീവിതം, ഇക്കാലഘട്ടത്തിന്റെ ഒരു സ്പീഡ്, ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഒരു ക്വാളിറ്റി, ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പ്രൊഫഷണലിസം, പബ്ലിഷിങ്ങിലുള്ള പ്രൊഫഷണലിസം, ഇതെല്ലാം വരുന്ന വിധത്തിൽ അവര് മാറാൻ തയ്യാറായി തീരും. അതാണ് ഈ പബ്ലിഷിംഗ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു വ്യത്യാസം. അപ്പൊ അതുപോലെ തന്നെ ഇത്തരം വർക്കുകളെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ചും ഈ റിസർച്ച് വർക്കുകളെ, ക്വാളിറ്റി വർക്കുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പബ്ലിഷേഴ്സ് മാറുക. മറ്റൊന്ന്, നമ്മൾ പബ്ലിഷിംഗ് ഫീൽഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് വളരെയധികം കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കൃതികളാണ്. ചില പ്രസാധകരെല്ലാം 90% ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഭാഷയാണ്, ചിലത് ഇംഗ്ലീഷിൽ നിന്നായിരിക്കും, ചിലത് അറബിയിൽ നിന്നായിരിക്കും, ചിലത് ഉറുദു നിന്നായിരിക്കും. ട്രാൻസ്ലേഷൻസ് ആണ്. ഒറിജിനൽ വർക്കുകൾ മലയാളത്തിൽ എത്ര പേർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതൊരു 10%-നോ 5%-നോ താഴെയായിരിക്കും. എന്തുകൊണ്ട് ഇത്രയധികം വിദ്യാസമ്പന്നരായ, ഇത്രയധികം
സ്ഥാപനങ്ങളുള്ള, യൂണിവേഴ്സിറ്റികളുള്ള, കോളേജുകളുള്ള, എക്സ്പേർട്ടുകളുള്ള, എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുള്ള, PhD ഹോൾഡേഴ്സ് ഉള്ള ഒരു സംസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ലേഷൻസ് ധാരാളമായി വരുന്നത്, ഒറിജിനൽ വർക്കുകൾ ഇല്ലാത്തത്? ഇതിനും ചില കാരണങ്ങളുണ്ട്. അപ്പൊ ഇത്തരം കാരണങ്ങളെ പറ്റി അന്വേഷിക്കുകയും അത് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് നമുക്ക് ഒറിജിനൽ വർക്കുകൾ മലയാളത്തിൽ പ്രൊമോട്ട് ചെയ്തുകൂടാ, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും പ്രസാധകർക്ക് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായും ക്വാളിറ്റിയുള്ള പ്രൊഫഷണലായ പബ്ലിഷിങ്ങിലേക്ക് പോകാൻ അത് വളരെയധികം ഉപകാരപ്പെടും. ഇതുപോലെ തന്നെ ഈ മേഖലയിൽ വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് എഡിറ്റിങ്ങിന്റെ പ്രശ്നമാണ്. അപ്പൊ നമുക്കറിയാം, ന്യൂ ജനറേഷൻ സ്റ്റുഡൻസ് മലയാളം അത്ര ഫെമിലിയർ അല്ല, കാരണം സ്കൂളുകൾ മുഴുവൻ ഇംഗ്ലീഷ് മീഡിയമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ടൈപ്പ് ചെയ്യാൻ കൊടുത്താൽ പോലും നല്ല മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അക്ഷരത്തെറ്റില്ലാതെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മലയാളത്തിൽ നല്ല മലയാളം കിട്ടുക, നല്ല ട്രാൻസ്ലേഷൻസ് ഉണ്ടാകുക. നല്ല ട്രാൻസ്ലേഷൻ ഉണ്ടാകണമെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നത് പോലെ തന്നെ മലയാളവും നന്നായിട്ട് അറിയാൻ പറ്റണം. അല്ലെങ്കിൽ അറബിയിൽ നിന്നാണെങ്കിൽ അറബി അറിയുന്നത് പോലെ തന്നെ നല്ല മലയാളവും അറിയാൻ സാധിക്കണം. അപ്പൊ ഈ രീതിയിൽ ബൈലിംഗ്വലായി നല്ല എക്സ്പേർട്ടുകൾ നന്നായി സമയമെടുത്തുകൊണ്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ട് വളരെ നന്നായി പ്യൂരിഫൈ ചെയ്തുകൊണ്ട് എടുക്കുന്ന വർക്കുകളെ നല്ല ട്രാൻസ്ലേഷൻസ് ആകുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എഡിറ്റിംഗ് സിസ്റ്റം വളരെ നല്ല മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ, ഒറിജിനൽ വർക്കുകളാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ, അത് നല്ല മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. ഇന്ന് പല പ്രസാധകരുടെയും വർക്ക് നന്നായി മലയാളം അറിയുന്ന ഒരാളെടുത്ത് എഡിറ്റ് ചെയ്യാൻ നോക്കിയാൽ ധാരാളം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ ഇങ്ങനെ ക്വാളിറ്റിയുള്ള മലയാളം, ക്വാളിറ്റിയുള്ള ലാംഗ്വേജ്, അതിലേക്ക് കൂടി യഥാർത്ഥത്തിൽ പ്രസാധകർ പോകേണ്ടതുണ്ട്. അതിനുള്ള ഒരു സംവിധാനം അത് ഇന്റേണലായി എല്ലാ പ്രസാധകർക്കും, പ്രത്യേകിച്ച് യുവത പോലുള്ള മേജർ പബ്ലിഷേഴ്സിന് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കുറെ ചാലഞ്ചസ് ഇന്ന് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ളതാണ് ഇതിൽ പറഞ്ഞ മിക്കതും. അപ്പൊ അതെന്താണെന്ന് പരിശോധിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുക. മറ്റൊന്ന്, ഇത്തരം കാര്യങ്ങളിൽ എഴുത്തുകാർ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ആളുകളെ അവരെ ഈ ക്വാളിറ്റി പ്രൊമോഷന് വേണ്ടിയിട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യവും വളരെ സീരിയസ് ആയി പ്രസാധകർക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം ഇഷ്യൂസ് എങ്ങനെ നാം അഡ്രസ് ചെയ്യുന്നു, അതിനെ എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്നതായിരിക്കും തീർച്ചയായും കേരളത്തിലെ പ്രസാധനത്തിന്റെ ഭാവി. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മറ്റൊരു സൈഡാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ എഴുത്തുകാരുടെയും അതുപോലെ തന്നെ വായനക്കാരുടെയും ജീവിതം, പബ്ലിഷേഴ്സിന്റെയും ഒക്കെ വിജയം എന്ന് പറയുന്നത് പരസ്പരമുള്ള സപ്പോർട്ടും പരസ്പരമുള്ള സഹകരണവും പരസ്പരമുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുമായി അതുപോലെ തന്നെ പ്രൊഫഷണലിസവുമായി ബന്ധപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ. അതിന് എല്ലാവരും കൂട്ടായൊരു ശ്രമം നടത്തേണ്ടതുണ്ട്. ഈ ലിറ്റററി ഫെസ്റ്റ് പോലുള്ള ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം കാര്യങ്ങളെപ്പറ്റി എല്ലാവരും കൂട്ടായി ആലോചിക്കാനും പരസ്പരം ഡിസ്കസ് ചെയ്യാനും പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്താനും പറ്റുന്ന ഒരു സാഹചര്യമാണ്. അത് ഏറ്റവും നന്നായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് എഴുത്തിൻ്റെയും വായനയുടെയും മേഖലകളിൽ ഉപയോഗപ്പെടുത്തേണ്ടത്? എഴുത്തുകാർ, പ്രസാധകർ, എഡിറ്റർമാർ, ഇങ്ങനെ വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ മേഖലകളിലുള്ളവർ എങ്ങനെയൊക്കെയാണ് പുതിയ സാങ്കേതിക വിദ്യയുടെയും പുതിയ സാധ്യതകളുടെയും ഊന്നലുകൾ മനസ്സിലാക്കേണ്ടത് എന്നും അവ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നും കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി ബഹുമാനായ NM ഹുസൈൻ. ഇനി നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഖദീജ മുംതാസാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീമതി ഖദീജ മുംതാസ് ആരോഗ്യ മേഖലയിലും സാഹിത്യ മേഖലയിലും ഒരുപോലെ പേരെടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ബർസ, നീട്ടിയെഴുത്തുകൾ എന്നിങ്ങനെയുള്ള നോവലുകൾ നമുക്കെല്ലാം പരിചിതമാണ്. ഖദീജ മുംതാസിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. യുവത ലിറ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമായി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ സാഹിത്യ ചർച്ചയിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിച്ചുകൊള്ളുകയാണ്. യുവത ലിറ്റ് ഫെസ്റ്റിൻ്റെ സംഘാടകർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ ഇത്തരം ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിൽ.
ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷയം വായനയും ജീവിതവും എന്നതാണ്. എനിക്ക് തോന്നുന്നു കാരശ്ശേരി മാഷ് ജീവിതത്തിൽ വായനയുടെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരുപക്ഷെ ഈ കൊറോണയുടെ കാലത്ത് കുറച്ച് വായനയിലേക്ക് തിരിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് വായനാനുഭവങ്ങൾ ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊറോണ കാലം തുടങ്ങിയ സമയത്ത് എങ്ങനെ ശബ്ദം തുടരാന് തുടങ്ങിയ സമയത്ത് ഞാൻ 1-2 വായനകൾ നടത്തിയത് വാസ്തവത്തിൽ അതിനു വേണ്ടി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയായിരുന്നു. അതിൽ ആദ്യത്തേത് ഫെമിനിസ്റ്റ് പ്രവർത്തക കൂടിയായ പി ഗീതയുടെ ഒരു നോവലാണ്. അവരുടെ ആദ്യത്തെ നോവല് അമ്മക്കല്ല് എന്നാണ് അതിൻ്റെ പേര്. മഹാഭാരതത്തിലെ ഗാന്ധാരിയുടെ കണ്ണിലൂടെ മഹാഭാരത സംഭവങ്ങൾ നോക്കിക്കാണുന്ന ഒരു നോവലാണത്. ഗാന്ധാരിയെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പതിവ്രത, ഭർത്താവിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ, ധൃതരാഷ്ട്രർക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കും ഇനിയൊന്നും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് കെട്ടിയ ഗാന്ധാരിയുടെ കഥയാണ്. പക്ഷേ ഗീതയുടെ നോവലിലെ കഥാപാത്രം കണ്ണ് കെട്ടുന്നത് അന്ധൻ എന്ന് മാത്രമല്ല, കണ്ണിൻ്റെ ഭാഗത്ത് യാതൊന്നുമില്ലാത്ത ശൂന്യത മാത്രമുള്ള ഒരു ഭർത്താവിനെ, അത് തന്നെ കാര്യം ഗ്രഹിപ്പിക്കാതെ അന്തഃപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ധൃതരാഷ്ട്രരോട് ഉള്ള ഒരു പ്രതിഷേധമായിട്ടാണ് വാസ്തവത്തിൽ ഗാന്ധാരിയുടെ കണ്ണുകെട്ടൽ. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പോകുന്നില്ല. അത്തരത്തിലൊരു ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് നോട്ടം സാധ്യമാകുന്നൊരു നോവലാണത്. രണ്ടാമത് കുറിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അവതാരികയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയ ഒന്ന്, അല്ലെങ്കിൽ ഞാൻ രണ്ടാമതും വായിച്ച ഒന്ന്, ദളിത് ബന്ധു എന്ന് വിളിക്കപ്പെടുന്ന NK ജോസ്, വയോധികനാണ് അദ്ദേഹം, 90 വയസ്സിൽ മേലെയായി. ധാരാളം പുസ്തകങ്ങൾ ദളിത് അവബോധത്തോടു കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പൗരത്വ ഭേദഗതി നിയമം, അതിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചരിത്രം അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് വരാം എന്നാണ് വിചാരിക്കുന്നത്. കോവിഡ് കാലത്ത് എനിക്കുണ്ടായ ഒരു പ്രത്യേക അനുഗ്രഹം മലയാളമല്ലാത്ത വിദേശ ഭാഷകളിലെ നോവലുകൾ കൂടുതൽ വായിക്കാനുള്ളൊരു സാവകാശം കിട്ടി എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിലെ നോവലുകളൊക്കെ വായിക്കാനാണ് താല്പര്യം ഉള്ളത്. ഇത് ഞാൻ കുറച്ച് വൈദേശിക നോവലുകൾ വായിക്കാനുള്ള ഒരു സാധ്യതയുണ്ടായി. എൻ്റെ കയ്യിൽ തന്നെ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു, പക്ഷെ വായിക്കാൻ സാധ്യമാകാതിരുന്നത് കൊണ്ടായിരുന്നു. ആദ്യത്തെ നോവല് ഹോവാർഡ് ഫാസ്റ്റിൻ്റെ ഫ്രീഡം പാത്സ്, സ്വാതന്ത്ര്യത്തിൻ്റെ പാത എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ളൊരു നോവല് തന്നെയാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ആഫ്രോ അമേരിക്കൻ വംശജരുടെ പീഡനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു പാർശ്വവൽക്കരണത്തിൻ്റെ കഥ, നൂറ്റാണ്ടുകളോളം നീളുന്ന അവരുടെ സഹനത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു നോവലാണത്. അത് വായിച്ച് അവസാനം എത്തിയ സമയത്താണ് വാസ്തവത്തിൽ അമേരിക്കയിൽ ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങൾ, ജോർജ് ഫ്ലോയിഡിൻ്റെ കൊല, ഒരു വെളുത്ത പോലീസുകാരനാൽ വധിക്കപ്പെടുന്ന ജോർജ് ഫ്ലോയിഡിൻ്റെ ഒരു സംഭവം നടക്കുന്നത്, അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ, അത് വളരെ ഒരു യാദൃശ്ചികതയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ സമയത്ത് ഞാൻ അമേരിക്കയിലുള്ള കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടർമാർ തന്നെ. അപ്പം അതിൽ പലരുടെ അഭിപ്രായം പലതരത്തിലായിരുന്നു. ഒരാൾ പറഞ്ഞ അഭിപ്രായം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. വാസ്തവത്തിൽ അവർ പറയുകയുണ്ടായി, ഈ ബ്ലാക്സൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണ്, സാമൂഹ്യ വിരുദ്ധരാണ്, അതുകൊണ്ടാണ് അവരെയൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന്. ഞാൻ വിചാരിച്ചത് അവർക്ക് ചരിത്രം അറിഞ്ഞുകൂടാ, അവർ എത്രമാത്രം സഹനത്തിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ള ചരിത്രം അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. വേറൊരു ക്ലാസ്മേറ്റ് വേറെ തരത്തിലാണ് പറഞ്ഞത്. ചരിത്രം അറിയുക എന്നുള്ളത് എത്ര പ്രധാനമാണ്. 18ാം നൂറ്റാണ്ട് മുതൽ ഇവർ അനുഭവിച്ചിട്ടുള്ള അതിഭീകരമായിട്ടുള്ള പീഡനങ്ങൾ, അടിമത്തം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ കാണുന്നത് അതാണ്. അപ്പോൾ അതൊരു തിരിച്ചറിവാവുന്നുണ്ട് നമുക്ക് അത് വായിക്കുമ്പോൾ.
പിന്നീട് ഞാൻ വായനയിലേക്ക് കടന്നത് വാസ്തവത്തിൽ ഓർഹാൻ പാമുക്കിൻ്റെ നോവലുകളിലേക്കാണ്. ഓർഹാൻ പാമുക്ക് നോബൽ സമ്മാന ജേതാവാണ്, തുർക്കിയിലെ എഴുത്തുകാരനാണ്. ഒരു പുസ്തകം എനിക്ക് ഒരു സുഹൃത്ത് സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത് വായിക്കണം, അങ്ങനെ ഒരു 4 പുസ്തകങ്ങളിലേക്ക് ഞാൻ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിൽ വായിക്കുമ്പോൾ മനസ്സിലായത്, ആദ്യത്തെ 3 നോവലുകൾ വായിച്ചപ്പോൾ സ്വതന്ത്രയായ തുർക്കി എന്ന് നമ്മൾ പറയുന്ന കമാൽ പാഷയുടെ നവ തുർക്കിയിലെ ഇസ്താംബൂളിലെ അതിന് പശ്ചാത്തലമാക്കിയിട്ടുള്ള നോവലുകളായിരുന്നു. അതിൽ ഈ 3 നോവലുകളിൽ ആദ്യത്തെ നോവലിൽ ഒരുപക്ഷെ ഒരു മിഡിൽ ക്ലാസ് ഒരു മനുഷ്യൻ ഈ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നതാണെങ്കിൽ, രണ്ടാമത്തേതിൽ ഒരു അപ്പർ ക്ലാസ് മദ്യപാനവും അതല്ലെങ്കിൽ നൃത്തവും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പാശ്ചാത്യ രീതിയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം അവരുടെ ജീവിതത്തിലൂടെ തുർക്കിയെ നോക്കിക്കാണുന്നു. മൂന്നാമത്തേത് ഒരു തെരുവിൽ ബോസ എന്ന് പറയുന്ന ഒരു പാനീയം വിൽക്കുന്ന ഒരു വെറും സാധാരണക്കാരനായ വ്യക്തിയുടെ അനുഭവങ്ങളിലൂടെ. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഒരു പാശ്ചാത്യ പൗരസ്ത്യ സംഘടനം അവിടെ നടക്കുന്നുണ്ട്, ആളുകളുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. നവ തുർക്കി എന്ന് പറയുമ്പോൾ പാശ്ചാത്യവൽക്കരണത്തെ വളരെ ആവേശത്തോടുകൂടി ഉണർന്ന ചെറുപ്പക്കാർ ഉണ്ടായിരിക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു അണ്ടർ കറണ്ടായിട്ട് പൗരസ്ത്യ സംസ്കാരത്തെ വിട്ടുകളയാൻ സാധിക്കാത്ത മനുഷ്യരുടെ ഒരു വേവധു അല്ലെങ്കിൽ വേദന നമ്മളവിടെ കാണുന്നുണ്ട്. അത് എഴുത്തുകാരനിലും ഉണ്ട്. അതല്ലെങ്കിൽ മതേതരമാവുക എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ എല്ലാ മുദ്രകളെയും നിരോധിക്കുകയും, മതത്തിൻ്റെ മുദ്രകളെ മാത്രമല്ല സാംസ്കാരിക മുദ്രകളെ കൂടി, നമുക്ക് അറിയാം മതവും സംസ്കാരവുമായിട്ട് വളരെ ശക്തമായിട്ട് നമുക്ക് വേർതിരിക്കാനാവാത്ത രീതിയിൽ ഇടകലർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ മതം നിരോധിക്കുകയാണ്, വാസ്തവത്തിൽ മതേതരമാകുമ്പോൾ മതം നിരോധിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി സാംസ്കാരികമായിട്ടുള്ള മുദ്രകളെ കൂടി തമസ്കരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെത്രമാത്രം കരണീയമാണ് എന്നുള്ള ഒരു ചോദ്യം നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കും. കാരണം അവിടെ നമ്മൾ കാണുന്നത് ഈ ചെറുപ്പക്കാരുടെ ഒരു തിരിച്ചറിവ് വരുന്നത് പാശ്ചാത്യ മിത്തുകൾ, പാശ്ചാത്യ ചിത്രകല, അതൊക്കെയാണ് അവർ പഠിച്ചു വളരുന്നത്. ഗ്രീക്ക് ചിത്രകല അല്ലെങ്കിൽ ഗ്രീക്ക് മിത്തോളജി. പിന്നീട് തിരിച്ചറിയുന്നത് വളരെ സമ്പന്നമായ ഒരു ചിത്രകലാ പാരമ്പര്യവും ഒരു കവിതാ പാരമ്പര്യവും കലാപാരമ്പര്യവും ഒക്കെ ഉള്ള ഒരു നാടിനെ അല്ലെങ്കിൽ അതിൻ്റെ സംസ്കാരത്തെ തമസ്കരിച്ചതിൻ്റെ ഒരു വേദന അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു അടയാളം കാണുന്നത് ഞാൻ 4ാമത് വായിച്ച നോവലിലാണ്. അത് മൈ നെയിം ഈസ് റെഡ് എന്ന് പറയുന്ന ഓർഹാൻ പാമുക്കിനെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനാക്കിയിട്ടുള്ള നോവലാണ്. അതിൽ നമ്മൾ കാണുന്നത് ഒട്ടോമൻ സാമ്രാജ്യ കാലത്തെ 15-16 നൂറ്റാണ്ടുകളിലെ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിലുള്ള കഥയാണ് നമ്മൾ കാണുന്നത്. ചിത്രകല വളരെ സമ്പന്നമായിട്ടുള്ള ഒരു കലാ പാരമ്പര്യത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ്, നഷ്ടപ്പെടുത്തിയത് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഫലശ്രുതി എന്ന് പറയുന്നത്, ഇങ്ങനെ വന്ന ഒരു മതേതരമായിട്ട് വന്ന പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട തുർക്കി 2002 മുതൽ ഒരു മതരാജ്യമായിട്ട് മാറി എന്നുള്ളതാണ്. ഒരു ഇസ്ലാമിസ്റ്റ് രാജ്യമായിട്ട് മാറി. മതരാജ്യം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നുമല്ല. കാരണം അവിടെ എല്ലാവരും അരക്ഷിതരാകുന്നു, എല്ലാവരും അസംതൃപ്തരാകുന്നു എന്നുള്ള ഒരവസ്ഥ ഉണ്ട്. എങ്ങനൊരു മതരാജ്യമായിട്ട് തുർക്കിക്ക് മാറാൻ കഴിഞ്ഞു എന്നാലോചിക്കുമ്പോൾ ഈ ഒരു സാംസ്കാരിക സമ്പന്നതയെ മറന്നു കളഞ്ഞ, അതിൻ്റെ കൂടെ മതവും ഉണ്ടല്ലോ തീർച്ചയായിട്ടും, ഇതിൻ്റെ ഒരു നഷ്ടബോധം ആളുകളുടെ മനസ്സിലുണ്ട്. അതിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒരു തീവ്ര മതരാജ്യമായിട്ട് തുർക്കിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് തുർക്കിയുടെ ഒരു ചരിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മതരാജ്യമാവുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ സദാചാരനിഷ്ഠമായിട്ടുള്ള ഒരു സുന്ദര സുരഭില രാജ്യമായിട്ട് നമ്മൾ വിചാരിക്കേണ്ടതില്ല. കാരണം എല്ലാ മതരാജ്യങ്ങളിലും, അത് ഇസ്ലാം രാജ്യമായാലും ഏത് തരത്തിലുള്ള മത രാജ്യമാവുമ്പോഴും അവിടെ
കുറേ ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. തുർക്കിയിലാണെങ്കിൽ ന്യൂനപക്ഷങ്ങളായിട്ട് അവിടെ ഉള്ളത് കുർദുകളാണ്, അലവികൾ എന്ന് പറയുന്ന ചില വിഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ, അതല്ലെങ്കിൽ ഗ്രീക്കിൽ നിന്നൊക്കെ വന്ന് അവിടെ ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകൾ, ഇവരൊക്കെ അരക്ഷിതരാകുന്നു, അവരൊക്കെ ആക്രമിക്കപ്പെടുന്നു, അവരുടെ സമ്പത്തൊക്കെ കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും അവരാണ് അവരുടെ ഒപ്പം നിൽക്കുന്നത് സമരത്തിന് ആദ്യകാലം മുതൽ തന്നെ. അവരും ജയിലിൽ അടയ്ക്കപ്പെടുന്നു, കലാകാരന്മാർ ജയിലിൽ അടയ്ക്കപ്പെടുന്നു, എഴുത്തുകാർ അരക്ഷിതരാകുന്നു. എഴുത്തുകാരിലാണ് തീർച്ചയായിട്ടും ഈ അസ്വസ്ഥത പെട്ടെന്ന് ഉണ്ടാവുക. കാരണം അവർക്കത് മനസ്സിലാവും. അവരുടെ ഈ എഴുത്ത് എന്ന് പറയുമ്പോൾ വരുന്നത് തന്നെ നമ്മുടെ ഒരു തനിമയിൽ നിന്നാണ്. സ്വാതന്ത്ര്യബോധം ആഗ്രഹിക്കുന്ന, നീതി ആഗ്രഹിക്കുന്ന, സൗന്ദര്യബോധമുള്ള ഒരു തനിമയിൽ നിന്ന് വരുന്ന ഒരു എഴുത്തുകാരുടെ എഴുതുമ്പോഴെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത, ഒർഹാൻ പാമുക്ക് ഉൾപ്പെടെ ഈ സാംസ്കാരിക പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടുന്നതിൽ വേദനിച്ച ഒർഹാൻ പാമുക്ക് തന്നെ വാസ്തവത്തിൽ ഈ ഒരു മതരാജ്യമാകുമ്പോൾ അസ്വസ്ഥനാകുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വാസ്തവത്തിൽ നമ്മൾ നവോത്ഥാനം, പരിഷ്കാരം എന്നൊക്കെ പറയുമ്പോൾ സാംസ്കാരിക പാരമ്പര്യങ്ങളെ, അത് മതവും കൂടിയാവാം, അതിൽ നീതിക്കെതിരാവാത്തത്, സൗന്ദര്യാത്മകമായത്, സർഗാത്മകമായത്, അതിനെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള ഗമനം മാത്രമേ വാസ്തവത്തിൽ യഥാർത്ഥ നവോത്ഥാനമോ പരിഷ്കാരമോ ആവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ മതരാജ്യമാവുന്നതിൻ്റെ പ്രശ്നം നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നമ്മളിന്നത് കാണുകയാണ്. അതേ അവസ്ഥ തന്നെ, ഒരുപക്ഷെ തുർക്കിയുടെ അതേ അവസ്ഥ തന്നെയാണ്. ഈ മതരാജ്യമാവുമ്പോൾ വാസ്തവത്തിൽ മതത്തിൽ വലിയ വിശ്വാസമുള്ളവരല്ല ഈ മതരാജ്യമാക്കുന്നത്. വാസ്തവത്തിൽ സാമ്പത്തിക ശക്തികളാണ് അവിടെ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇവിടെയും അത് തന്നെ നമ്മൾ കാണുന്നു. തുർക്കിയുടെ അതേ പാതയിൽ തന്നെ വരുന്ന പോലെയാണ് ഇന്ത്യയിലും നമ്മൾ കാണുന്നത്. ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. ഇന്ത്യൻ മതേതരത്വം വാസ്തവത്തിൽ മതത്തെ നിരോധിച്ചിട്ടില്ല. പക്ഷേ ചരിത്രമറിയാത്തൊരു ജനതയെ വ്യാജ ചരിത്ര നിർമ്മിതി കൊണ്ട് വഞ്ചിക്കാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും നമ്മളും ഒരു മതരാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരായിട്ട് ഈ ന്യൂനപക്ഷങ്ങൾ ഒക്കെ സമരത്തിനിറങ്ങിയ ഒരവസ്ഥയിലാണ് വാസ്തവത്തിൽ ഈ കൊറോണയുടെ മഹാമാരി വന്ന് പതിച്ചത് എന്നുള്ളതും നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഞാൻ ആദ്യം ദളിത് ബന്ധുവിൻ്റെ പുസ്തകത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യൻ മുസ്ലിമിൻ്റെ ചരിത്രം അറിയണം എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ വളരെ ഗൃഹാതുരതയോടുകൂടി മക്കയിലേക്ക്, സൗദി അറേബ്യയിലേക്ക്, അതിൻ്റെ ചരിത്രത്തിലേക്ക് ഒക്കെ പോകുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുന്നു. അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ മുസ്ലിം ആരാണ് എന്നുള്ള ചരിത്രം ഇന്ത്യക്കാരന് അറിഞ്ഞാൽ, ഇന്ത്യൻ മുസ്ലിമിനെ അറിഞ്ഞാൽ മാത്രമേ അവൻ്റെ ഒരു ആത്മബോധത്തോടു കൂടി ഈ ഒരു മതരാജ്യ നിർമ്മിതിയെ തടയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സന്ദേശമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ വരുന്നത്. ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ അറേബ്യൻ കൺട്രീസൊക്കെ ആയിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള, കലാപരമായിട്ടുള്ള, മതപരമായിട്ടുമുള്ള ബന്ധങ്ങൾ വളരെ സൗഹാർദ്ദപൂർവ്വം നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിൽ എത്രമാത്രം ഈ ഒരു സംസ്കാരം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജനിതകമായിട്ട് പോലും ആ തരത്തിലുള്ള മിക്സിംഗ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അവിടെയും അതുപോലെ തന്നെ ഒരുപക്ഷെ അവർ യുദ്ധം ചെയ്ത് കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ മുഗൾ സാമ്രാജ്യ കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഔന്നത്യത്തെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നല്ല, അദ്ദേഹം കൂടി പറയുന്നത് ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ്. ഒരു മേജർ ശതമാനം ഇന്ത്യൻ മുസ്ലിങ്ങൾ വാസ്തവത്തിൽ യഥാർത്ഥ മണ്ണിൻ്റെ മക്കൾ തന്നെയാണ്. ഇന്ത്യയിലെ അടിസ്ഥാന വർഗം ജാതീയതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മതം മാറി മുസ്ലിങ്ങളായിട്ട് മാറിയതാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളിലെ ഒരു മേജർ, ഒരു 75% 90% പോലും ആയിരിക്കാം സാധ്യതയുണ്ട്, അടിസ്ഥാന വർഗം തന്നെയാണ്. ഈ അടിസ്ഥാന വർഗം അവർ മതം മാറി എന്നുള്ളത് കൊണ്ട് മാത്രം അവർ
വിദേശികളാവുന്നത് എങ്ങനെയാണ്. അപ്പം ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ ആരാണ്? കീഴാള വർഗവുമായിട്ട് കൈകോർത്തുകൊണ്ടുള്ള കൊളോണിയൽ കാലത്ത് തന്നെയുള്ള, നമുക്കറിയാം പോർച്ചുഗീസ് കാലം തുടങ്ങിയുള്ള സമരങ്ങൾ, നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമര ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നോവലുകളിലും നമുക്ക് കാണാവുന്നതാണ്. ഞാൻ ഈയിടെ അതും ഒരു യാദൃശ്ചികതയായിട്ട് എനിക്ക് തോന്നി. തമസ്കരിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു നോവൽ, മലയാളത്തിലെ നോവൽ തന്നെ, നാടക കൃത്തും നാടക നടനും അരങ്ങ് കാണാത്ത നടൻ എന്ന സ്വന്തം ആത്മകഥ എഴുതിയ കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ തിക്കൊടിയൻ്റെ ഒരു നോവലുണ്ട്, ചുവന്ന കടൽ എന്ന് പറഞ്ഞിട്ട്. അത് ഈയിടെ വായിക്കാനുള്ള ഒരു സാധ്യത എനിക്കുണ്ടായി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന പോർച്ചുഗീസ് കാലത്തെ ഒരു മുക്കുവ ചെറുപ്പക്കാരനിൽ നിന്നാണ് ആ കഥ നമ്മൾ കാണുന്നത്. വളയം കടപ്പുറത്ത് ഒരു മുക്കുവ ചെറുപ്പക്കാരൻ, അവന് കുഞ്ഞാലി മരക്കാർ വലിയ ആദർശ പുരുഷനാണ്. ഈ പോർച്ചുഗീസുകാരുടെ ക്രൂരതയ്ക്കെതിരായിട്ട് പൊരുതുന്ന കുഞ്ഞാലി മരക്കാർ. പക്ഷെ ഇദ്ദേഹത്തിനെ പോർച്ചുഗീസുകാർ കെട്ടി കപ്പലിലിട്ട് ബന്ദിയാക്കി കൊണ്ടുപോവുകയും പിന്നീട് ക്രിസ്ത്യാനിയാക്കുകയും ചെയ്യുന്നുണ്ട്, ഫെർണാണ്ടസ് എന്ന പേരിൽ. പക്ഷെ ഇദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം, 8 വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് മഹാപീഡനങ്ങളുടെ ചരിത്രവുമൊക്കെ ആയിട്ട് രക്ഷപ്പെട്ട് വന്നിട്ട് കുഞ്ഞാലി മരക്കാരുടെ സൈന്യത്തിൽ ചേരുന്ന ഒരു കഥ, പോർച്ചുഗീസുകാരുമായിട്ട് എതിരിടുന്ന ഒരു കഥ. അപ്പം ഈ ഒരു ചരിത്രം, ഇതൊക്കെ നമ്മൾ നോവലുകളിലൂടെ കാണുന്നു എന്നുള്ളതാണ്. ഈ വായനകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വാസ്തവത്തിൽ ചരിത്രം അറിയണം എന്നുണ്ടെങ്കിൽ. പ്രിയപ്പെട്ട സുഹൃത്തും എഴുത്തുകാരനുമായ ഹാഫിസ് മുഹമ്മദിൻ്റെ എസ്പതിനായിരം എന്ന കഥയാണ്. അത് രണ്ടാമത് വായിച്ചത് അതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ വായന എന്നുള്ളൊരു അതിലേക്ക് കടക്കുന്നത് കൊണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക കൾച്ചറൽ സമൂഹം, കേരളത്തിൽ തന്നെ എത്ര തരത്തിലുള്ള പ്രാദേശിക സാംസ്കാരിക വൈജാത്യമുള്ള മുസ്ലിങ്ങളാണ് ഉള്ളത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാവുന്നു. വാസ്തവത്തിൽ ഇതൊരു കോയമാരുടെ കഥയാണ്. കോയമാർ എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന അനുസരിച്ച് ഈ സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ള തങ്ങന്മാർ ഇവിടുത്തെ സ്ത്രീകളെ വിവാഹം കഴിച്ച് അങ്ങനെ ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. വാസ്തവത്തിൽ പ്രധാനമായിട്ട് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു തെക്കേപ്പുറത്തിൻ്റെ കഥയാണത് വരുന്നത്. അപ്പോൾ ആ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു തനിമ നമ്മളവിടെ കാണുന്നു. ഒരുപക്ഷെ ഞാനൊക്കെ മധ്യ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറൽ ഒരു വിഭാഗമായിട്ട് നമുക്കതിനെ കാണാം. അതിൽ ഈ പോർച്ചുഗീസുകാരുടെ ചരിത്രവും കോഴിക്കോട് കടപ്പുറവും എല്ലാം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായത് ആ ഒരു സമൂഹത്തിൽ വളരെ സംതൃപ്തമായിട്ടുള്ള ഒരു കൊച്ചു ബാലൻ്റെ കഥയാണത്. കാരണം അവർക്ക് ആ കുട്ടിക്ക് മാനസികമായിട്ടുള്ള വളരെയധികം സംരക്ഷണവും സ്വാതന്ത്ര്യവും ലോകത്തെ നോക്കിക്കാണാനും അങ്ങനെ വളരാനും സാധ്യതയുള്ള ഒരു ചെറിയ പയ്യൻ, ഒരു 14 വയസ്സ് വരെ ഉള്ള കഥയാണത്. അതിന് സാധ്യതയുണ്ട്. വളരെ സംതൃപ്തമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി. അവർക്ക് യാതൊരു സംശയവുമില്ല അവർ ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഇവിടെ വിദേശികൾ എന്ന് മുദ്ര കുത്തപ്പെട്ട് അന്യവൽക്കരിക്കപ്പെടാൻ പോകുന്ന ആളുകളാണ്. വാസ്തവത്തിൽ ഹാഫിസിൻ്റെ തലമുറ എന്ന് പറയുമ്പോൾ എൻ്റെ തലമുറ തന്നെയാണ്. അപ്പോൾ ആ ഒരു തലമുറ ഒരിക്കലും ആ രീതിയിൽ സംശയിച്ചിട്ടല്ല വളർന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ രീതിയിൽ ഇവിടെ വലിയ സാംസ്കാരിക മുദ്രകൾ ഉണ്ടാക്കിയിട്ടുള്ള, ഇവിടുത്തെ കൾച്ചറിലൊക്കെ അത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സമൂഹം കൂടി അരക്ഷിതമാകാൻ പോകുന്ന ഒരവസ്ഥ കൂടി നമ്മൾ കാണുകയാണ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചെറിയ കാര്യം കൂടി ഞാൻ വേറൊന്നിലേക്ക് കടന്നു പോകാൻ വേണ്ടി പറയുകയാണ്. ഇതൊരു ആൺകുട്ടിയുടെ കഥയാണ്, ആൺകുട്ടികളുടെ കഥയാണ്. ആൺകുട്ടികൾ എത്ര സ്വതന്ത്രരായിട്ട് ലോകത്തെ നോക്കിക്കാണുന്നു, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എന്തെല്ലാം തരത്തിലുള്ള കാഴ്ചകളും യാത്രകളും അവർ നടത്തുന്നു. പക്ഷേ സ്ത്രീകൾ അവിടെ വളരെയധികം എനിക്ക് തോന്നുന്നു അവർക്ക് ഈ സ്വാതന്ത്ര്യമൊന്നും കിട്ടുന്നില്ല, അവർക്ക് ഈ അവസരങ്ങളൊന്നും കിട്ടുന്നില്ല. ഹാഫിസിൻ്റെ കഥ തന്നെയാണ് വാസ്തവത്തിൽ എസ്പതിനായിരം. പക്ഷെ ഹാഫിസിൻ്റെ 2-3 സഹോദരിമാരുണ്ട്, അവരെ പറ്റിയൊന്നും കഥയിൽ വരുന്നേയില്ല. ഒരു കല്യാണം എന്നുള്ള രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവരൊക്കെ സംതൃപ്തരാണ്. ഒരു വല്യമ്മയുണ്ട്, വളരെ സംതൃപ്തയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ പോലും അവരുടെ സ്വഭാവത്തിൽ ചിലതരം പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു വല്യമ്മ.
തെക്കേപ്പുറത്ത് വളരെ അത്തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു തനിമയുള്ള സമൂഹമാണെങ്കിൽ ഈ കഥാപാത്രത്തിൻ്റെ ഉപ്പയുടെ പ്രദേശം എന്ന് പറയുന്നത് എണ്ണപ്പാടം എന്ന് പറയുന്ന ഒരു ദരിദ്ര പ്രദേശമാണ്. അവിടെയുള്ള സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ എങ്ങനെയാണ്, അത് കൃത്യമായിട്ട് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ബന്ധുവീടായ പരപ്പനങ്ങാടിയിലെ സ്ത്രീകൾ അവർ കുറച്ചുകൂടി സ്വതന്ത്രരാണ്, അവർ രാഷ്ട്രീയം പറയുന്നു, അവർ ആത്മീയതയെപ്പറ്റി പറയുന്നു. ഈ ഒരു വ്യത്യാസം ഈ ഒരു തെക്കേപ്പുറത്തെ തറവാടുകളിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം അവിടെയുണ്ട്. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം സ്ത്രീകൾക്ക് നഷ്ടപ്പെടുന്ന അവസരങ്ങളെ പറ്റി കൂടി, സ്ത്രീകൾക്ക് യാതൊരു വേദനയുമില്ലേ, അവർക്ക് സംഘർഷങ്ങളില്ലേ എന്നുള്ള ഒരു ചോദ്യം ഞാൻ പോകുന്നത് വേറൊരു നോവലിലേക്കാണ്. ഒരു തങ്ങൾ കുടുംബാംഗം തന്നെയായ സഹീറ തങ്ങൾ, ഈ ലിറ്റ് ഫെസ്റ്റിൽ അവർ വന്നിട്ടുണ്ട്. സഹീറ തങ്ങളുടെ 2 നോവലുകളുണ്ട്. ഒന്ന് റാബിയ, അത് കൃത്യമായിട്ടും ഈ സംഘർഷങ്ങളെ അവതരിപ്പിക്കുന്നൊരു നോവലാണ്. ഈയിടെ അവർ എഴുതിയ ഒരു നോവൽ വളരെ പ്രസക്തമായ ഒരു ഫെമിനിസ്റ്റ് നോവലായിട്ട് തന്നെ നമുക്ക് എടുക്കാം. വിശുദ്ധ സഖിമാർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ നോവലിൽ നമ്മൾ കാണുന്നത് സമൂഹവും മതവും ഒക്കെ എങ്ങനെയാണ് ഒരു സ്ത്രീയെ വെറും ഒരു ഉപകരണം മാത്രമാക്കുന്നത്, അതിൻ്റെ ഒരു തൂണ് മാത്രമാക്കി സ്ത്രീയെ അതിലെല്ലാം വിശ്വസിച്ച് ആണധികാര സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. അത് മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. പിന്നെ ഈ സ്ത്രീയുടെ ഉള്ളിലെ സംഘർഷങ്ങൾ ഭ്രാന്തായിട്ട് പുറത്തേക്ക് വരികയാണ്. അവൾ ഭ്രാന്തിയാവുന്നു. ഈ ഭ്രാന്ത് അവൾക്കൊരു രക്ഷപ്പെടലാണ്. ആ ഭ്രാന്തിലൂടെ രക്ഷപ്പെട്ട് ഒരു മെൻ്റൽ അസൈലത്തിലെത്തുന്നു, ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തുന്നു. അവിടെ വെച്ച് അവൾ വാസ്തവത്തിൽ എന്താണ് സ്ത്രീ പുരുഷ പ്രണയം എന്നാണ് അറിയുന്നത്. 5-8 കൊല്ലം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് അതൊരു അധികാര സ്ഥാനം മാത്രമായിട്ട് കുടുംബം നിലനിൽക്കുമ്പോൾ അവൾ ആദ്യമായിട്ട് പ്രണയം എന്താണെന്ന് അറിയുന്നത് ഈ മെൻ്റൽ അസൈലത്തിൽ വെച്ചാണ്. ആ പ്രണയത്തിലൂടെ അവൾ സ്വതന്ത്രയാവുന്നു. അവൾ അതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, അവൾ പ്രപഞ്ച പ്രണയത്തിലേക്ക് പോകുന്നു, സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ത്രീയെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ സ്ത്രീക്ക് നഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള അവസരങ്ങൾ, അവളുടെ ഒരു തനിമയെ യഥാർത്ഥ രൂപത്തിൽ വികസിപ്പിക്കാൻ ആകാതെയാവുന്ന ഒരവസ്ഥ, സർഗധനയായ ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ഇതിൽ അസ്വസ്ഥതകളുണ്ടാവും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തങ്ങൾ കുടുംബത്തിൽ തന്നെ വളർന്ന സഹീറ തങ്ങളുടെ ഈ നോവലിൽ നമ്മൾ കാണുന്നത് ഇത്തരം അസ്വസ്ഥതകളാണ് എന്നുള്ളതും ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ വായിച്ച വേറൊരു നോവലും കൂടി പറഞ്ഞുകൊണ്ട് അത് നിർത്താം. സമയം കഴിഞ്ഞോ? അത് ഒരു വിദേശ നോവൽ തന്നെയാണ്. അതൊരു ബ്രിട്ടനിലെ ഒരു ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിതം, യുവത്വം ആരംഭിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം പറയുന്ന ഗോൾഡൻ നോട്ട് ബുക്ക് എന്നാണ് ആ നോവലിൻ്റെ പേര്. അത് എഴുതിയത് നോബൽ സമ്മാന ജേതാവ് തന്നെയായ ഡോറിസ് ലെസ്സിങ്സ് എന്ന് പറയുന്ന ഒരു, ഇന്ന് അവർക്ക് 90 വയസ്സിൽ മേലെയുണ്ട്, മരിച്ചുപോയോ എന്ന് പോലെ എനിക്ക് അത്ര ഉറപ്പില്ല. അപ്പോൾ ഈ നോവലിൽ നമ്മൾ കാണുന്നത്, നമുക്കറിയാം ഒരു തങ്ങൾ കുടുംബത്തിലെ ഒരു സ്ത്രീയും, ഇത് ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ വളരുന്ന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 18-19 വയസ്സിൽ തന്നെ സ്വന്തം രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടായ, അങ്ങനെ അവൾ UK-യിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. ഈ 2ാം ലോക മഹായുദ്ധകാലത്ത് കുറച്ച് പട്ടാളക്കാരുടെ കൂടെ ആ ഒരു ഗ്യാങ്ങിൽ ചെറിയ ജോലിയൊക്കെ ആയിട്ട് ആഫ്രിക്കയിലേക്ക് പോകുന്നുണ്ട്. വളരെ സ്വതന്ത്രമായിട്ട് ലൈംഗിക സ്വാതന്ത്ര്യം കൂടി അനുഭവിക്കുന്ന ഒരു സ്ത്രീ. പക്ഷെ പിന്നീട് തിരിച്ചു വന്ന് വിവാഹം ചെയ്യുന്നു, ഒരു മകളാവുന്നു. പക്ഷേ അവൾക്ക് ആ സ്വാതന്ത്ര്യ ബോധം കൊണ്ട് തന്നെ അവൾക്ക് ഈ വിവാഹ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരുന്നു. പിന്നീട് അവൾ താമസിക്കുന്നത് അവളുടെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള മോളി, ഇവരുടെ പേര് അന്ന ഒരു എഴുത്തുകാരി കൂടിയാണ്. മോളി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അവളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവളും മകളും. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ജീവിതവും നമ്മൾ കാണുകയാണ്. അതായത് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന, ലൈംഗികപരമായിട്ടും സ്വാതന്ത്ര്യമുള്ള, മറ്റെല്ലാ തരത്തിലും സ്വാതന്ത്ര്യമുള്ള 2 സ്ത്രീകൾ. പക്ഷെ നമ്മൾ കാണുന്നത് അവരുടെ ജീവിതം ഒരു കുടുംബത്തിനകത്തുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നതിനേക്കാൾ അരക്ഷിതമാണ്. ലൈംഗികമായിട്ടും അരക്ഷിതമാണ്, ശാരീരികമായിട്ടും അരക്ഷിതമാണ്, മാനസികമായിട്ടും അരക്ഷിതമാണ്. അതേപോലെ തന്നെ
ഈ സ്ത്രീ സാമൂഹ്യ പ്രവർത്തനത്തിന് പോകുന്നുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് പോകുമ്പോൾ 1950കളിലാണ് ഇതെന്ന് ആലോചിക്കുക. UK കുടുംബങ്ങളിലെ സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്നു. സ്ത്രീകളുമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യാനാണ് പോകുന്നത് വാസ്തവത്തിൽ. പക്ഷേ അവൾ എഴുതിയിരിക്കുന്നത് ഓരോ സ്ത്രീയും ഓരോ വോൾക്കനോ ആണ്, അഗ്നിപർവ്വതമാണ്. UK കാര്യമാണ് പറയുന്നത്, ബ്രിട്ടനിലെ കാര്യം. സ്ത്രീകൾ മാനസികമായിട്ട് അവർ അത്രമാത്രം സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ലോകത്തിൽ എവിടെയായാലും ഈ ആണധികാര വ്യവസ്ഥ സ്ത്രീക്ക് കൊടുക്കുന്ന ജീവിതം ഈ രീതിയിലാണ്. അവർക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത, പുറത്ത് കടക്കുന്ന ഒരു മരിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരവസരത്തിൽ വാസ്തവത്തിൽ മോളി അന്നയോട് പറയുന്നുണ്ട്, ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഈ ജീവിതം കണ്ടിട്ട് ദശകങ്ങൾക്ക് ശേഷം അച്ഛനമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ പറയും തങ്ങളുടെ മക്കളൊരു 18 വയസ്സിലങ്ങ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അന്നയോ മോളിയോ അവർ കുടുംബജീവിതത്തെ തള്ളിക്കളയുന്നില്ല, അവർ കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ പ്രണയത്തെ തള്ളിക്കളയുന്നില്ല. അവരുടെ ഫെമിനിസം പുരുഷനെതിരായിട്ടുള്ളതല്ല, പക്ഷേ അവർക്ക് ആ രീതിയിൽ അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു കുടുംബജീവിതം സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ സഹീറയുടെ നോവലിൽ പുതുക്കി പണിയുന്നൊരു കപ്പലിനെ പറ്റി പറയുന്നുണ്ട്, പുതുക്കി പണിയേണ്ട ഒരു കപ്പലിനെ പറ്റി. ആ നോവലിൻ്റെ അവസാനം വരുന്ന ഈ കപ്പലിനെ പുതുക്കി പണിയുന്ന ചെറുപ്പക്കാർ, അതൊരു പ്രതീകാത്മകമായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കപ്പൽ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ പുതുക്കി പണിയുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങളാണ്, ആത്മീയത കൂടിയാണ്. ആത്മീയതയിൽ സ്ത്രീക്ക് വിലങ്ങുകൾ തീർക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്, സ്ത്രീ ഒരു വ്യക്തിയായിട്ട് അംഗീകരിക്കുന്നില്ല. അതിൻ്റെ ഒരു പുതുക്കിപ്പണിയൽ സമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ഈ അധികാര വ്യവസ്ഥയെ തിരുത്തിക്കൊണ്ടുള്ളൊരു പുതുക്കിപ്പണിയലിനെയാണ് ഇവർ ഒരു കപ്പലിനെ പുതുക്കി പണിയുക എന്നുള്ള രീതിയിൽ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നത്. അവർ പറയുന്നത് അധികാരം വാസ്തവത്തിൽ ഭയമാണ് ഉണ്ടാക്കുന്നത്. അധികാരം എന്ന് പറയുമ്പോൾ കുടുംബത്തിനകത്ത് അധികാര വ്യവസ്ഥ കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഭയമാണ് ഉണ്ടാക്കുന്നത്. വിധേയത്വം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഒരിക്കലും സ്നേഹം ഉണ്ടാക്കുന്നില്ല, പ്രണയം ഉണ്ടാക്കുന്നില്ല, വെറുപ്പാണ് ഉണ്ടാക്കുന്നത്, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അധികാര വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരം സർഗാത്മകയായ സ്ത്രീ അവരുടെ രചനകളിലൂടെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരിലും സർഗാത്മകതയുണ്ട്. അത്തരത്തിൽ അവർ എഴുതിക്കൊണ്ടേയിരിക്കും, വായിക്കുന്നവരുണ്ടാവും. ഇത് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ, ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ഒരു അധികാര വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് സമരം ചെയ്യുന്നത്. അല്ലെങ്കിൽ മന്ദീഭവിച്ചുവെങ്കിലും നമ്മുടെ മനസ്സുകളിലൊക്കെയുള്ള സമരം ഈ ഒരു ഭൂരിപക്ഷ മത അധികാര അല്ലെങ്കിൽ സാമ്പത്തിക ശക്തികളും കൂടി കൈകോർക്കുന്ന കപട മത രാജ്യമാകാനുള്ള ഇന്ത്യയുടെ ഒരു പോക്കിനെ നമ്മൾ എതിരിടുമ്പോൾ നമ്മളിലേക്ക് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളത് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിൽ എത്രമാത്രം ഈ അധികാര സ്വാധീനമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഈ അധികാര വ്യവസ്ഥ തിരുത്തപ്പെടേണ്ടത് വാസ്തവത്തിൽ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. അതിലൂടെ മാത്രമേ നമുക്ക് വലിയ അധികാര വ്യവസ്ഥകൾക്കെതിരായിട്ടുള്ള സമരങ്ങൾക്ക് വേണ്ട ആത്മബലം കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സമയം അതിക്രമിച്ചോ എന്നറിയില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിൽ ഒരു സാഹിത്യ ചർച്ചയ്ക്ക് എനിക്ക് അവസരം നൽകിയതിന്. യുവത ലിറ്റ് ഫെസ്റ്റിൻ്റെ എല്ലാ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താം. തൻ്റേതായ വായനാനുഭവങ്ങളിലൂടെ എങ്ങനെയാണ് വായന ഒരു വ്യവസ്ഥക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം നൽകുന്നത് എന്ന് കണ്ടെത്തി തരികയാണ് ഡോക്ടർ ഖദീജ മുംതാസ്. അതിലേറെ തിരക്കിട്ട ഈ ജീവിതത്തിനിടയിലും ഇത്രയധികം വായിക്കാനുള്ള, ഇത്രയധികം നിരീക്ഷണങ്ങൾ നടത്താനുള്ള സമയം കണ്ടെത്തുന്നു എന്നുള്ളത് തന്നെ വായനക്കാർക്ക് ഉള്ള വലിയൊരു സന്ദേശമാണ് ഡോക്ടർ ഖദീജ മുംതാസ് അവരുടെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് നൽകുന്നത്. ഇനി നമ്മോട് സംസാരിക്കുന്നത്
ദേവേശൻ പേരൂരാണ്. എഴുത്തുകാരൻ, മലയാള ഭാഷാ അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിക്കുന്ന ദേവേശൻ പേരൂർ നമുക്കെല്ലാം പരിചയമുള്ളത് ഐക്യ മലയാള പ്രസ്ഥാനത്തിൽ സജീവമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ്. അതേപോലെ തന്നെ മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിലൂടെയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ നിരൂപണങ്ങൾ, വ്യാഖ്യാനങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നിരന്തരം പുറത്തുവിടുന്നത് നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നമുക്ക് ദേവേശൻ പേരൂരിൻ്റെ വാക്കുകളിലേക്ക് പോകാം. പ്രിയമുള്ളവരെ, ലോകം തുറക്കുന്നതിന് വേണ്ടി അത്രമേൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പുസ്തകങ്ങളിലേക്കും വായനയിലേക്കും വലിയൊരു വാതായനം തുറക്കുന്നതിന് വേണ്ടി കോഴിക്കോട് യുവത പബ്ലിക്കേഷൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. യുവതയുടെ ഓൺലൈൻ പുസ്തകോത്സവത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. പുസ്തകങ്ങളെ എന്നും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയിലാണ് മനുഷ്യ സമുദായം കുടിയിരുത്തിയിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പുസ്തകങ്ങൾക്കപ്പുറത്ത് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നത്. പുസ്തകങ്ങളെ ഒരു വിശുദ്ധിയുടെ തലത്തിൽ സമീപിക്കുന്ന ഒരു സമീപനം മനുഷ്യ സമുദായം എങ്ങനെയോ കൈമുതലാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പുസ്തകങ്ങൾക്ക് മാത്രമല്ല, വാക്കുകൾക്കും ഇങ്ങനെ തന്നെയാണ്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവമായിരുന്നു എന്ന് സങ്കല്പിക്കുമ്പോൾ വാക്കിനെ അദ്വിതീയമായ ഒരു സ്ഥാനത്ത് കുടിയിരുത്തുകയാണ് മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്നത്. വാക്കിൻ്റെ ഈ പദവി മൂല്യം പിൽക്കാലത്ത് ഒരു തരത്തിൽ ഒരു വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായി ധാരാളം ഉൽപ്പന്നങ്ങളുടെ ലോകത്ത് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു വാക്കിന് പകരം വസ്തുക്കൾ ഒരു പ്രധാനപ്പെട്ട ഒന്നായിട്ട് മനുഷ്യ ജീവിതത്തിൽ വരുന്നുണ്ട്. വസ്തുക്കൾ ആണ് ജീവിതത്തിൻ്റെ ഉണ്മ എന്ന് വരുന്നു. വസ്തുക്കൾ വാങ്ങാനുള്ള ഒരു ശബ്ദം മാത്രമായി വാക്കുകൾ പരിമിതപ്പെട്ടു പോയ ഒരു മുഹൂർത്തം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു പതുക്കെ പതുക്കെ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നായി വീണ്ടും തിരിച്ചു വരുന്നത് പോലെ തോന്നുകയാണ്. വാക്കാണ് ഏറ്റവും പ്രധാനമെന്ന്, വസ്തുക്കളെപ്പോലും വാക്കുകളാണ് നിർണ്ണയിക്കുന്നത് എന്ന് ഫ്രഞ്ച് ചിന്തകനായിരിക്കുന്ന ദലൂസും ഗൊത്താരിയും കണ്ടെത്തുന്നു. ഇതൊരു കണ്ടെത്തലല്ല, വാക്ക് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ പുതിയ തരത്തിൽ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വസ്തുക്കളെപ്പോലും നിർമ്മിക്കുന്നത് വാക്കുകളാണെന്നും വാക്കുകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ഉണ്മ എന്നും ദലീസ് പറയുന്നുണ്ട്. ധാരാളം ഉദാഹരണങ്ങൾ അവർ അതിന് കണ്ടെത്തുന്നുണ്ട്. അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, കോടതിയിൽ ജഡ്ജി ഒരു ജയിൽ പുള്ളിയെ അയാൾ കള്ളനാണെന്ന് വിധിക്കുമ്പോൾ മാത്രമാണ് അയാൾ കള്ളനായിത്തീരുന്നത്. അയാൾ കൊലപാതകിയാണെന്ന് വിധിക്കുമ്പോൾ മാത്രമാണ് അയാൾ കൊലപാതകിയായിത്തീരുന്നത്. അവിടെ വാക്കുകൾ എന്നത് വെറും ശബ്ദങ്ങളല്ലാതായിരിക്കുകയും വാക്കുകൾ എന്നത് പ്രതിനിധാനമല്ലാതായിരിക്കുകയും വാക്ക് എന്നത് ഒരു ആക്ഷനായി തീരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വധൂവരന്മാരെ പുരോഹിതൻ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾ ഇനിമേൽ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കും എന്ന് പറയുന്ന വേളയിൽ ആണ് അവർ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്നത് എന്നും ദലൂസ് നിരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ വാക്കുകളെ പ്രതിനിധാനം എന്നതിൽ നിന്ന് വാക്കുകളെ പ്രവൃത്തി എന്നതിലേക്ക് വായിച്ചെടുക്കുന്നുണ്ട് പുതിയ വായനാ രീതികൾ. ഒരർത്ഥത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും വാക്ക് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് നിശ്ചലമായ ഏതെങ്കിലും ഒരു പ്രതിനിധാനമോ ഒരു വസ്തുവിൻ്റെ പേരോ ഒരു ശബ്ദമോ അല്ലാതെ നമ്മുടെ ജീവിതത്തെ നിരന്തരം പുതുക്കിപ്പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് വാക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അധ്യാപകനാക്കുന്നത്, വക്കീലാക്കുന്നത്, ഗുമസ്തനാക്കുന്നത്, വീട്ടമ്മയാക്കുന്നത്, വിദ്യാർത്ഥിയാക്കുന്നത് എല്ലാം വാക്കിൻ്റെ ആക്ഷനുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വരിക വരിക സഹചരെ, സഹന സമര സമയമായി, കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടക്കി പോകുന്ന എന്ന അംശി നാരായണപിള്ളയുടെ കവിത, അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രതിഫലനമല്ല, സ്വാതന്ത്ര്യ സമരത്തെ നിർമ്മിച്ച ഒരു പ്രവൃത്തിയായി മാറുന്നു. ആ കവിത കേൾക്കുമ്പോൾ ആളുകൾ ഒരു പടപ്പുറപ്പാടിന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പ്രതിനിധാനമായി തീരും എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. വാക്കുകൾ നമ്മുടെ ചുറ്റും കളികളുടെ കൂടെ വാക്കുകൾ നിരന്തരമായി ഉണ്ടായിരുന്നു.
പലപ്പോഴും കുട്ടികൾ കളിക്കുന്ന സമയത്ത് പാട്ടുകൾ ഉണ്ടാകും, ചിലപ്പോൾ കഥകൾ ഉണ്ടാകും. ആ പാട്ടുകൾ പാടാതെ, ആ കഥയില്ലാതെ അന്ന് ആ കളി പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ഉണ്മയായി വാക്കുകൾ മാറുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദേവേശൻ പേരൂരിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അനുഭവത്തിൻ്റെ അനന്യതയും ഭാഷയുടെ സാമാന്യതയും തമ്മിലുള്ളൊരു വിടവ് എങ്ങനെയാണ് സാഹിത്യം പരിഹരിക്കുന്നത് എന്നാണ് മാഷ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കാണിച്ചത്. സാഹിത്യം എന്ന സൗന്ദര്യത്തിൻ്റെ അവതരണത്തെ നമ്മുടെ ജീവിതത്തിലെല്ലാം സൗന്ദര്യം നൽകുന്ന ഒരു അനുഭൂതിയാക്കി കൊണ്ടുവരാൻ പ്രചോദനമാകട്ടെ എന്ന ആശംസകളോടെയാണ് മാഷുടെ വാക്കുകൾ അവസാനിപ്പിച്ചത്. യുവതാ ലിറ്റ് ഫെസ്റ്റിൻ്റെ ഇന്നത്തെ സെഷൻ, വായനയും ജീവിതവും എന്ന ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വായന ജീവിതത്തിനുള്ള മാർഗദർശനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വായനയുടെ സമാധാനവും ശാന്തിയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.